Revelation chapter 22, verse 11 and 12. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 11ഉം 12ഉം വാക്യങ്ങൾ ഒരിക്കൽ കൂടി വായിക്കാം. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശദീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. He that is unjust, let him be unjust still, and he which is filthy, let him be filthy still, and he that is righteous, let him be righteous still, and he that is holy, let him be holy still. And behold, I come quickly, and my reward is with me, to give every man according as his work shall be. Praise the Lord. ദൈവത്തിന് സ്തോത്രം. That the Lord might open our ears to hearken diligently to his voice. Shall we all praise God? ദൈവത്തിന്റെ ശബ്ദം ശ്രദ്ധയോടെ കേൾക്കേണ്ടതിന് ദൈവം നമ്മുടെ കാതുകളെ തുറക്കേണ്ടതിനായി നാം എല്ലാം ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord. Stotram, 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 stotram. As most of you will already know, the Bible studies being conducted these days is under the central theme, spiritual war. നിങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാവുന്നതുപോലെ ഈ വേദപാഠ ക്ലാസുകൾ നടത്തപ്പെടുന്നത് ആത്മീയ യുദ്ധം എന്നുള്ള ഒരു പേരിലാണ്. For those who have come only today, I'll briefly take you through what we have been seeing during the past 2 days. ഇന്ന് കടന്നു വന്നവർക്കായി കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നാം കടന്നുപോയ ഭാഗങ്ങളിലൂടെ ഒരിക്കൽ കൂടി ചുരുക്കമായി കടന്നു പോകാം. Warfare is taking place at a two-fold level in our lives. നമ്മുടെ ജീവിതത്തിൽ യുദ്ധം എന്നുള്ളത് 2 ഘട്ടങ്ങളിലായി 2 നിലയിലായി നടക്കുന്നു. Basically, at one level, we are all facing war personally. അടിസ്ഥാനപരമായി നാം എല്ലാം നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ പോരാട്ടങ്ങൾ, യുദ്ധങ്ങൾ നേരിടുന്നു. They are the daily trials of life. അത് നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിന പരീക്ഷകളാണ്. But then there's another war coming soon before Jesus comes, where we all have to collectively get together and wage that warfare. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് മുമ്പായിട്ടുള്ള ഒരു വലിയ യുദ്ധം വരുന്നുണ്ട്. ആ യുദ്ധത്തിൽ നാം എല്ലാവരും ഒന്നു ചേർന്ന് ഒന്നായി യുദ്ധം ചെയ്യേണ്ടിയിരിക്കുന്നു. We saw many verses from the Bible that prove that there's a war coming for all children of God who stand for the truth. സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ദൈവമക്കൾക്ക് എല്ലാവർക്കുമായി ഒരു വലിയ യുദ്ധം വരുന്നു എന്നുള്ളതിനെ കുറിച്ച് തെളിയിക്കേണ്ടതിനായി പല വാക്യങ്ങൾ നാം കണ്ടു കഴിഞ്ഞുവല്ലോ. And the second day we also saw what is happening around this world and how we are having to face that oncoming war. രണ്ടാമത്തെ ദിവസം എന്താണ് ഈ നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകത്തിൽ നടക്കുന്നതെന്നും എങ്ങനെയാണ് ആ വന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെ നാം നേരിടേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നാം കണ്ടു. How all the crores of people in this world are facing a great deception in their life. They're going to believe a lie. ഈ ലോകത്തിലുള്ള കോടാനുകോടി ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു വഞ്ചനയിലൂടെ കടന്നുപോയി ഒരു ഭോഷ്ക് വിശ്വസിക്കുമാറാക്കിയിരിക്കുന്നു. That's why when Jesus spoke about the last days in his long talk, he said, the first thing he said, take heed lest any man deceive you. അവസാന നാളുകളെ കുറിച്ചുള്ള കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ പ്രസംഗത്തിന് മുമ്പ് ആമുഖമായി താൻ പറയുന്നത് ആരും നിങ്ങളെ വഞ്ചിപ്പാതിരിപ്പാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ എന്നാണ്. So when such terrible things are going on in this world, ഇങ്ങനെയുള്ള ഭയാനകമായ കാര്യങ്ങൾ ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, when Satan is gaining power so that he is able to bring all the people of this world under his control by controlling their minds, ഈ ലോകത്തിലുള്ള മുഴുവൻ ജനത്തെയും അവരുടെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് അവന്റെ അധീനതയിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണമുള്ള അധികാരം സാത്താൻ പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, in these days when darkness is going to cover the earth and gross darkness is going to cover the people, ഈ നാളുകളിൽ അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, we as the children of God, what are we going to do these days to counter that onslaught of the enemy? ദൈവമക്കളായ നാം, ദൈവമക്കൾ എന്നുള്ള നിലയിൽ ആ ശത്രുവിന്റെ വലിയ സംഹാരത്തെ തടയേണ്ടതിന് നാം എന്താണ് ചെയ്യുന്നത്? When we read the verse that we read just now, ഇപ്പോൾ നാം വായിച്ച വാക്യത്തിൽ നാം കാണുമ്പോൾ, this verse is appropriate for all times for us to read, but especially in that season when Jesus is coming. ഈ വേദവചനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏത് കാലഘട്ടത്തിലും നമുക്ക് യോജിച്ചതാണെങ്കിലും പ്രത്യേകിച്ച് കർത്താവിന്റെ വരവിന് അടുത്തിരിക്കുന്ന സമയത്ത് ഇത് ഏറ്റവും യോജിച്ചതായിരിക്കുന്നു. That's why he that is holy, let him be holy still. He that is filthy, let him be filthy still. Behold, I come quickly. Which means this will take place even more in the days of his coming. ഇത് ഇവിടെ വായിക്കുമ്പോൾ വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറയുന്നു.
So it means it's going to take place in the days of his coming. അതുകൊണ്ട് ഇത് കർത്താവിന്റെ വരവിന്റെ നാളുകളിൽ സംഭവിക്കുവാനുള്ള കാര്യമാണ്. So this verse is trying to hasten us or wake us up or getting us to hurry up, saying, get holy even more quickly. ഈ വാക്യം നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഉണർത്തുവാനായിട്ട് ഉദ്ദേശിച്ചുള്ളതാണ്. അത് പറയുന്നത് ഇപ്പോഴുള്ളതിലും അധികം വിശുദ്ധീകരിക്കപ്പെടണമെന്നാണ്. 3 times in the closing words of this Bible, Jesus says, I come quickly. ബൈബിളിന്റെ അവസാന വാക്കുകളിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു 3 പ്രാവശ്യം പറയുന്നുണ്ട്, ഇതാ ഞാൻ വേഗം വരുന്നു. So we have to hurry up. അതുകൊണ്ട് നാം അതിനായി ഒരുങ്ങേണ്ടിയിരിക്കുന്നു. We, the church of God, have to act very fast. നാം ദൈവസഭയാകുന്ന നാം അതിവേഗത്തിൽ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. Now I told you I'm going to tell you about the dream that a man of God saw a few years ago about the end time warfare that the church of God has to face. അവസാന നാളുകളിൽ ദൈവസഭയ്ക്ക് നേരിടേണ്ടതാകുന്ന ആ അന്ത്യയുദ്ധത്തെക്കുറിച്ച് ഒരു ദൈവപുരുഷൻ കണ്ടതായ സ്വപ്നത്തെക്കുറിച്ച് പറയാമെന്നാണല്ലോ ഞാൻ പറഞ്ഞിരുന്നത്. It's not one dream, it's a series of dreams combined with visions, combined with revelations that he made into a book. അത് ഒരു സ്വപ്നമല്ല, അത് ഒരു കൂട്ടം സ്വപ്നങ്ങളും ഒരു കൂട്ടം ദർശനങ്ങളും അതിനോട് ചേർന്ന് ഉള്ള വെളിപ്പാടുകളുമാണ്. താൻ അതിനെ ഒരു പുസ്തകമാക്കി മാറ്റിയിരിക്കുന്നു. That's the cover of the book that you see here, The Final Quest, written by a man called Rick Joyner. റിക് ജൈന എന്നു പേരുള്ള ഒരു മനുഷ്യൻ എഴുതിയ ഫൈനൽ ക്വസ്റ്റ് അല്ലെങ്കിൽ അവസാന ലക്ഷ്യത്തിലേക്കുള്ള യാത്ര എന്നുള്ള പുസ്തകത്തിന്റെ പുറംചട്ടയാണ് നിങ്ങൾ അവിടെ കണ്ടത്. So there he describes what he saw as he spent many days in the presence of God. He saw visions and dreams and received revelations from God. Collectively he put them down into one book and wrote them. താൻ അതിനെക്കുറിച്ച് പറഞ്ഞത്, താൻ അനേക ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ചെലവഴിച്ചിട്ട് അനേക സ്വപ്നങ്ങളും ദർശനങ്ങളും വെളിപ്പാടുകളും പ്രാപിച്ച് അവയെല്ലാം കൂടെ ചേർത്ത് ഒരു പുസ്തക രൂപത്തിലാക്കിയിരിക്കുന്നു എന്നാണ്. And in that book he says there's a big war coming. ആ പുസ്തകത്തിൽ താൻ പറയുന്നത് ഒരു വലിയ യുദ്ധം വരുന്നു എന്നാണ്. It's a huge army of Satan is coming against the people of God. സാത്താന്റെ ഒരു വലിയ സൈന്യം ദൈവമക്കൾക്ക് വിരോധമായി വരുന്നു. And when he says this warfare of Satan is against a particular move by God to bring many souls into his fold. ദൈവത്തിന്റെ കൂട്ടത്തിലേക്ക് അനേക ആത്മാക്കളെ കൊണ്ടുവരുവാനുള്ള ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിക്ക് വിരോധമായിട്ടാണ് സാത്താന്റെ ഈ പ്രവർത്തനം. I told you spiritual warfare is a struggle between the plan of God and any other plan. ആത്മീയ യുദ്ധം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ, അത് ദൈവത്തിന്റെ പദ്ധതിയും മറ്റേതൊരു പദ്ധതിയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. So here is a move from Satan standing against the plan of God about the last days. ഇവിടെ അവസാന നാളുകളിൽ ദൈവത്തിനുള്ള പദ്ധതിക്ക് വിരോധമായി നിൽക്കുന്ന സാത്താന്റെ പ്രവൃത്തിയെ കാണുന്നു. So when you study this dream or study the way the war is placed and how the two enemies meet, there you can divide the Christians in that scene into 4 parts. ആ സ്വപ്നത്തിൽ 2 കൂട്ടർ ആ ശത്രുക്കൾ തമ്മിൽ മുഖാമുഖം കണ്ട് യുദ്ധം തുടങ്ങുന്ന ആ സാഹചര്യം വരുമ്പോൾ ആ സാഹചര്യം പരിശോധിച്ചാൽ ക്രിസ്ത്യാനികളെ 4 കൂട്ടമായിട്ട് തിരിക്കുവാൻ കഴിയുന്നു. According to the dream, the Christians can be divided into 4 parts. ആ സ്വപ്നപ്രകാരം ക്രിസ്ത്യാനികളെ 4 ആയിട്ട് തരംതിരിക്കാം. 2 of them are on the wrong side, as though they are part of Satan's army. അതിൽ 2 കൂട്ടർ അതിന്റെ തെറ്റായ വശത്ത് അല്ലെങ്കിൽ സാത്താന്റെ സൈന്യത്തോട് ചേർന്ന പോലെയാണ്. And 2 of those groups are in God's army. അതിൽ 2 ഭാഗം ദൈവത്തിന്റെ സൈന്യത്തോടു കൂടെയാണ്. As he saw this dream and he saw that Satan and his troops were approaching the fallen angels coming towards the army of God. താൻ ഈ സ്വപ്നം കണ്ടപ്പോൾ സാത്താനും അവന്റെ സൈന്യവും വീണുപോയ ദൂതന്മാരും ഈ ദൈവത്തിന്റെ സൈന്യത്തോട് അടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ he noticed something very strange. താൻ വളരെ അപരിചിതമായിട്ടുള്ള ചില കാര്യങ്ങൾ കണ്ടു. He saw that these fallen angels were riding not on horses, but they were riding on the backs of Christians. താൻ കണ്ടപ്പോൾ ഈ വീണുപോയ ദൂതന്മാർ അവർ കുതിരപ്പുറത്ത് കയറിയല്ല ഓടിച്ചു വന്നത്, എന്നാൽ ക്രിസ്ത്യാനികളുടെ പുറത്ത് കയറിയാണ് അവർ ഓടിച്ചു വന്നത്. In other words, these fallen angels were using Christians sitting on their back to fight against God and his army. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ വീണുപോയ ദൂതന്മാർ ക്രിസ്ത്യാനികളുടെ പുറത്ത് കയറി അവരെ ഉപയോഗിച്ചാണ് ദൈവസൈന്യത്തിന് വിരോധമായി പോരാടിയത്. In other words, in the last days, many Christians are going to be on the side of Satan against God. അതിന്റെ അർത്ഥം അവസാന നാളുകളിൽ
അനേക ക്രിസ്ത്യാനികൾ സാത്താന്റെ പക്ഷം ചേർന്ന് ദൈവത്തിന് വിരോധമാകും. If you read from 2 Thessalonians chapter 2 and read verse 3, തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ, ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. Here, in English, please. Let no man deceive you by any means, for that day shall not come except there come a falling away first, and that man of sin be revealed, the son of perdition. Here we read of something called a great falling away. ഇവിടെ നാം വായിക്കുമ്പോൾ വീണുപോകുന്ന വിശ്വാസത്യാഗത്തിന്റെ അനുഭവത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നു. So, which means many people are going to fall away in the sense that they are going to join the side of Satan and be used by Satan against God. ഇവിടെ അനേകർ വീണുപോകും, അല്ലെ വിശ്വാസത്യാഗം സംഭവിക്കുമെന്ന് പറയുമ്പോൾ അനേകർ സാത്താന്റെ പക്ഷം ചേർന്ന് ദൈവത്തിന് വിരോധമായി തീരും എന്നാണ്. Now you look at this, the people of the Council of Foreign Relations that I spoke of yesterday. ഇന്നലെ ഞാൻ പറഞ്ഞതായ വിദേശകാര്യ കാര്യങ്ങളുടെ സംഘടനയിലുള്ള മനുഷ്യരുടെ പടം നോക്കുക. One man's name is John. ഒരാളുടെ പേര് ജോൺ എന്നാണ്. Another man's name is Joseph. മറ്റൊരാളുടെ പേര് ജോസഫ് എന്നാണ്. Another man's name is Christopher. മറ്റൊരാളുടെ പേര് ക്രിസ്റ്റഫർ എന്നാണ്. And you have Thompson. അവിടെ തോംസൺ ഉണ്ട്. So all of them have Christian names. അവർക്കെല്ലാം ക്രിസ്തീയ പേരാണുള്ളത്. But they are part of that small group of people who are taking measures to control this whole world. എന്നാൽ അവർ ഈ മുഴു ലോകത്തെ നിയന്ത്രിക്കുവാനുള്ള കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ചെറിയ കൂട്ടം ജനത്തിന്റെ ഭാഗമാണ്. They are all promoters of the one world government. ഏക ലോക ഗവൺമെന്റിന്റെ അതിനെ ഉയർത്തിപ്പിടിക്കുന്നവരാണ് ഇവർ ഓരോരുത്തരും. In other words, when that one world tyrant or ruler or dictator comes to rule the world, these people are going to join him. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ ഭരിക്കേണ്ടതിന് ഒരു ഏകാധിപതി വരുമ്പോൾ ഈ മനുഷ്യർ അവനോട് ചേരുവാൻ പോകുന്നു. So here is a group of Christians who are joining the enemy against the army of God. ഇവിടെ ശത്രുവിന്റെ പക്ഷം ചേർന്ന് ദൈവത്തിന്റെ സൈന്യത്തിന് വിരോധമായി തീരുന്ന ഒരു കൂട്ടം ക്രിസ്ത്യാനികളെ കാണാം. Consider some more names. ചില പേരുകൾ കൂടി നമുക്ക് നോക്കാം. Charles Darwin. ചാൾസ് ഡാർവിൻ, He was a Christian. താൻ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. And his wife was a Christian. തന്റെ ഭാര്യയും ഒരു ക്രിസ്ത്യാനിയായിരുന്നു. But when his 9-year-old daughter died, her name was Annie. When she died, എന്നാൽ തന്റെ 9 വയസ്സുള്ള ആനി എന്നു പേരുള്ള തന്റെ മകൾ മരിച്ചപ്പോൾ he fell away from the faith. താൻ വിശ്വാസത്തിൽ നിന്ന് വീണുപോയി. And that's when he started doing research on how man could have evolved from lower living beings. അതിനുശേഷമാണ് എപ്രകാരമാണ് മനുഷ്യൻ മറ്റ് ജീവികളിൽ നിന്ന് ഉത്ഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് താൻ ഗവേഷണം തുടങ്ങിയത്. And he wrote the book called The Origin of Species. So he became the instrument of Satan to tell the world that God need not exist. There are other ways in which the world could have come. അതിനുശേഷമാണ് താൻ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പേരുള്ള പുസ്തകം എഴുതിയത്. മനുഷ്യൻ ഉണ്ടാകുവാൻ ദൈവം ആവശ്യമില്ല എന്നുള്ള ഒരു സിദ്ധാന്തത്തിലേക്ക് കടന്നു വന്നത്. Look at the names: Richard Dawkins, Michael Shermer, Daniel Dennett. These are all names of atheists who stand and debate with Christians to try to prove that there is no God. Richard Dawkins, Daniel Dennett, Michael Shermer എന്നൊക്കെയുള്ളത് ക്രിസ്തീയ പേരുകളുള്ള എന്നാൽ നിരീശ്വരവാദികളായ മനുഷ്യരാണ്. അവർ ദൈവമില്ല എന്ന് തെളിയിക്കുവാൻ അവർ പ്രസംഗിക്കുന്നവരാണ്. So they argue with Christians and prove that there is no God. ദൈവമില്ല എന്ന് ക്രിസ്ത്യാനികളോട് വാദിച്ച് അവരത് തെളിയിക്കുന്നു. So it's not just falling away, it's joining the side of the adversary. Satan is sitting on their backs and fighting against the army of God. അത് നോക്കുമ്പോൾ വെറുതെ വീണു പോകുക എന്നുള്ള അവസ്ഥയല്ല. അവർ ശത്രുവിന്റെ പക്ഷം ചേരുന്നു, അല്ലെങ്കിൽ സാത്താൻ അവരുടെ പുറത്തിരുന്ന് അവരെയാണ് ഓടിച്ചു കൊണ്ടുവരുന്നത്. On the 28th of June 2006, 2006 ജൂൺ 28 Barack Obama made a statement in a speech. ബറാക് ഒബാമ തന്റെ പ്രസംഗത്തിൽ ഒരു പ്രസ്താവന നടത്തി. He said, "We are no longer a Christian nation." നാം ഇനി മുതൽ ഒരു ക്രിസ്തീയ രാജ്യമല്ല.
So America is no longer a Christian nation. അമേരിക്ക ഇപ്പോൾ ഒരു ക്രിസ്തീയ രാജ്യമല്ല. Do you know England is not a Christian country? ഇംഗ്ലണ്ട് ഇപ്പോൾ ഒരു ക്രിസ്തീയ രാജ്യമല്ല. These were Christian nations but no longer Christian. എന്നാൽ ഇവ ഒരു കാലത്ത് ക്രിസ്തീയ രാജ്യങ്ങളായിരുന്നു, ഇപ്പോഴങ്ങനെയല്ല. If you stand on the road in England and preach about Jesus, they will accuse you of preaching hatred. ഇംഗ്ലണ്ടിലെ ഒരു തെരുവിൽ നിന്നുകൊണ്ട് യേശുവിനെ കുറിച്ച് നിങ്ങൾ പ്രസംഗിക്കുന്നുവെങ്കിൽ നിങ്ങൾ വെറുപ്പ് പ്രസംഗിക്കുന്നു എന്ന് അവർ നിങ്ങളുടെ മേൽ കുറ്റം ആരോപിക്കും. You know why? എന്തുകൊണ്ടെന്നറിയുമോ? Because everything is one. We are all the same. Every religion is the same. There's nothing called the truth. So if you stand and say Jesus is the way, the truth and the life and there is no other way, you are dividing human beings. So you are preaching hatred amongst human beings. നാമെല്ലാം ഒന്നാണ്, പ്രത്യേക മതങ്ങളൊന്നുമില്ല, നാമെല്ലാം ഒന്നാണ്, ഇതാണ് സത്യം എന്ന് പറഞ്ഞ പ്രത്യേക വഴിയൊന്നുമില്ല. എന്നാൽ നിങ്ങൾ നിന്നുകൊണ്ട് യേശുവാണ് വഴിയും സത്യവും ജീവനും എന്ന് പ്രസംഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ ജനത്തിനിടയിൽ ഭിന്നത നിങ്ങൾ പ്രസംഗിക്കുകയാണ്, അതായത് വെറുപ്പ് നിങ്ങൾ സൃഷ്ടിക്കുകയാണ് എന്നാണ്. In other words, when the whole world is trying to preach a one word, bring a one world religion, one word government, world peace, world unity, you are saying no, that's not the way. Jesus is the way. It means you are dividing. മുഴു ലോകവും ഒന്നു ചേർന്ന് ഒരു ഏകലോക സംവിധാനത്തിന്, അങ്ങനെയുള്ള ഒരു ഏകലോക മതത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നിന്നുകൊണ്ട് അങ്ങനെയല്ല, ഇതാണ് ശരിയായ വഴി, സത്യം ഇതാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ ഭിന്നത പ്രസംഗിക്കുന്നവരാണ്, പക പ്രചരിപ്പിക്കുന്നവരാണ്. So as the Bible has predicted and as this man of God saw in his dream, the adversary is sitting on the backs of many Christians to work against the truth of God. വേദപുസ്തകം പ്രവചിച്ചതുപോലെ ഈ ദൈവപുരുഷൻ കണ്ടതുപോലെ ശത്രു മനുഷ്യരുടെ പുറത്ത് കയറി ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നു. Then he saw another group of people. താൻ അതിനുശേഷം മറ്റൊരു കൂട്ടം മനുഷ്യരെ കണ്ടു. Behind, as the second part of the army, he saw in the rear part of Satan's army many Christians were prisoners. They were all bound and chained and being carried in the rear part of the army of Satan. സാത്താന്റെ സൈന്യത്തിന്റെ പിൻഭാഗത്ത് നോക്കുമ്പോൾ അനേക ക്രിസ്ത്യാനികളെ ബന്ധിച്ച് ആ സൈന്യത്തിന്റെ പുറകെ കൊണ്ടുവരുന്നതായിട്ട് കണ്ടു. Once upon a time they were part of the army of God, but they got captured and they got bound, and now they are on the side of the army. They are bound and being taken in the army of Satan. ഒരിക്കൽ അവർ ദൈവത്തിന്റെ സൈന്യത്തിലായിരുന്നു, എന്നാൽ അവർ കീഴടക്കപ്പെട്ട് അവർ ബന്ധിക്കപ്പെട്ട് ഇപ്പോൾ സാത്താന്റെ സൈന്യത്തോട് ചേർന്ന് അതിന്റെ പിൻഭാഗത്തായി അവനോട് കൂടെ കൊണ്ടുവരികയാണ്. Now Satan is not sitting on their backs and using them. സാത്താൻ അവരുടെ പുറത്ത് കയറിയിരുന്ന് അവരെ ഉപയോഗിക്കുന്നില്ല. So these people are not anti-Christian. ഈ മനുഷ്യർ ക്രിസ്ത്യാനികൾക്കെതിരായുള്ളവരല്ല. But somehow they have allowed Satan to take their souls and bind them. So they are now slaves to certain kinds of sins in their lives. ഈ മനുഷ്യർ സാത്താന് അവരുടെ ജീവിതത്തിൽ അവരുടെ ആത്മാവിനെ പിടിച്ചടക്കിയിട്ട് അവരെ നിയന്ത്രിക്കുവാൻ, അല്ല അവരെ അധീനതയിലേക്ക് കൊണ്ടുവരുവാൻ അനുവദിച്ച് ഇപ്പോൾ ചില പാപങ്ങളാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ കാണപ്പെടുന്നു. These are people who once upon a time were children of God but now have gone into backsliding in their lives. ഇവർ ഒരിക്കൽ ദൈവത്തിന്റെ മക്കളായിരുന്നവരാണ്, എന്നാൽ ഇപ്പോൾ പിന്മാറ്റത്തിലേക്ക് പോയിരിക്കുന്നു. They may be going to church, they may not be going to church, but they are slaves to certain sins. അവർ ഒരുപക്ഷെ സഭയിൽ പോകുന്നുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, എങ്ങനെയും അവർ ചില പാപങ്ങൾക്ക് അടിമകളായിരിക്കുന്നു. So in that state they are not able to worship God properly. They are not able to have a clean conscience before God, and they have been bound by the adversary. അവർക്ക് ആ അവസ്ഥയിൽ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നില്ല, ദൈവ മുമ്പാകെ നല്ല മനസ്സാക്ഷി സൂക്ഷിക്കുവാൻ കഴിയുന്നില്ല, അവർ പാപത്തിന് അടിമയായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. Another thing that he noticed in the dream was there were vultures hovering around this rear part of Satan's army where the captives were, and every now and then those vultures would vomit something on those captives. താൻ കണ്ട സ്വപ്നത്തിൽ താൻ കണ്ടത് ഈ സാത്താന്റെ സൈന്യത്തിന്റെ പുറകിൽ കടന്നു വരുന്ന ആ ബന്ധിക്കപ്പെട്ട മനുഷ്യരോടൊപ്പം അവരുടെ മുകളിലായി വലിയ കഴുകന്മാർ പറന്നുകൊണ്ടിരുന്നു. ആ കഴുകന്മാർ എപ്പോഴും അവയുടെ വായിൽ നിന്ന് എന്തോ ഈ ബന്ധിക്കപ്പെട്ടവരുടെ മേൽ ഛർദ്ദിച്ചു കൊണ്ടിരുന്നു. And he said the name of that vomit was called condemnation. താൻ പറഞ്ഞത് ആ കഴുകന്മാർ ഛർദ്ദിച്ച ആ ഛർദ്ദിയുടെ പേര് കുറ്റം വിധിക്കുക, ന്യായം വിധിക്കുക എന്നാണ്. So although these people wanted to fight against, they had swords in their hands, these people. ഈ മനുഷ്യർക്ക് അവരുടെ കയ്യിൽ വാളുകൾ ഉണ്ടായിരുന്നു.
and they could fight if they wanted to. അവർക്ക് ആവശ്യമെങ്കിൽ വേണമെങ്കിൽ അവർക്ക് യുദ്ധം ചെയ്യാമായിരുന്നു. But whenever this vomit fell on their heads, they would lose all their strength and succumb to the enemy. എന്നാൽ ഈ ഛർദി അവരുടെ തലയിൽ വീഴുമ്പോൾ അവരുടെ ശക്തിയെല്ലാം ക്ഷയിച്ച് അവർ ശത്രുവിന്റെ അധീനതയിലാകും. So every time the adversary would take their captivity or their sin and show it to them, and they would lose their strength to fight back. ഓരോ പ്രാവശ്യവും ശത്രു അവരെ ബന്ധിച്ചിരിക്കുന്ന പാപം എടുത്ത് അവർക്ക് പോരാടാൻ കഴിയാതെ വണ്ണം അവരെ ആക്കുന്നു. So this is the condemnation that Satan puts into the captives, those who have fallen to sin once again. ഒരിക്കൽ കൂടി പാപത്തിന്റെ അധീനതയിലേക്ക് വീണു പോയവരുടെ മേൽ സാത്താൻ കൊണ്ടുവരുന്ന ന്യായവിധി കുറ്റം ചാർത്തുന്ന അനുഭവമാണ് അത് കാണിക്കുന്നത്. There might be some sitting in this place, you may be a Christian, you may have had a salvation experience once upon a time, but then a backsliding has taken place in your life. You are a slave to many evils. ഇവിടെ ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് ഒരു കാലത്ത് നിങ്ങൾ രക്ഷയുടെ അനുഭവം പ്രാപിച്ചവരായിരിക്കാം. എന്നാൽ ഏതോ ചില പാപത്തിന്റെ അധീനതയിൽ വന്ന് നിങ്ങൾ പാപത്തിന്റെ അടിമത്തത്തിലേക്ക് പോയിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം. You were once hot for God. ഒരിക്കൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി തീഷ്ണതയുള്ളവരായിരുന്നു. But something happened in your life and you have lost your anointing. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ചിലത് സംഭവിച്ച് നിങ്ങളുടെ അഭിഷേകം നഷ്ടപ്പെട്ടു പോയി. Maybe you cannot tell others what's happened in your life, but you're coming to church but you are sitting silent. The old fervor, the old heat has gone. നിങ്ങൾ ഒരുപക്ഷെ സഭയിൽ വരുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയുവാൻ കഴിയാത്ത സാഹചര്യമായിരിക്കാം. എന്നാൽ നിങ്ങൾക്കുണ്ടായിരുന്ന ആ പഴയ അനുഭവം, ആ പഴയ തീഷ്ണത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. But when Jesus came, you know what he said? എന്നാൽ യേശു വന്നപ്പോൾ താൻ എന്താണ് പറഞ്ഞതെന്ന് അറിയുമോ? A bruised reed shall he not break, a smoking flax shall he not quench. ചതഞ്ഞ ഓട അവൻ ഒടിക്കുകയില്ല, പുകയുന്ന തിരി കെടുത്തു കളയുകയില്ല. Look at that word, smoking flax. പുകയുന്ന തിരി എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. The fire has gone out. അതിന്റെ തീ കെട്ടുപോയിരിക്കുന്നു. When you blow a candle, ഒരു മെഴുകുതിരി കത്തിക്കുമ്പോൾ, when you blow on it, അതിൽ നിങ്ങൾ ഊതുമ്പോൾ the fire goes out. അതിന്റെ തീ കെട്ടുപോകുന്നു. You'll have a red spot on the tip of the wick and then you'll have a lot of smoke. അതിന്റെ തിരിയുടെ അറ്റത്ത് ഒരു ചുമന്ന ഒരു ഭാഗം കാണും, കുറെ പുകയും അവിടെ നിന്ന് വരുന്നത് കാണാം. That's called smoking flax. അതാണ് പുകയുന്ന തിരി. So now the fire has gone out, only smoke. Any moment, even that fire, that little red spot is going to disappear. തീ നേരത്തെ തന്നെ കെട്ടുപോയിരിക്കുന്നു. ഏത് നിമിഷവും ആ ചുവന്ന കളറിലുള്ള പുകയുന്ന അനുഭവം കൂടി നഷ്ടപ്പെട്ടേക്കാം. But Jesus said, even that smoking flax I will not quench. എന്നാൽ യേശു പറഞ്ഞത് ആ പുകയുന്ന തിരി പോലും ഞാൻ കെടുത്തു കളയുകയില്ല എന്നാണ്. If you are struggling with any sin in your life and you feel you have gone into backsliding, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പാപത്തോട് പോരാടിയിട്ട് പിന്മാറ്റത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു പോയിരിക്കുന്നുവെങ്കിൽ, let me tell you, it is Satan that is condemning you. Jesus wants to deliver you out of your backslidden state. ഞാൻ നിങ്ങളോട് പറയട്ടെ, സാത്താനാണ് നിങ്ങളെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു നിങ്ങളുടെ പിന്മാറ്റത്തിന്റെ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ മടക്കി കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. Even if you have lost hope, God wants to put hope back into your life and he wants to say, I have come even for such people. I don't want to throw you away. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട അനുഭവത്തിലായിരിക്കാം. എന്നാൽ യേശു നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ തിരികെ തന്നുകൊണ്ട്, ഞാൻ നിങ്ങളെ ഒരിക്കലും തള്ളിക്കളയുന്നില്ല, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. If you surrender to me, I can still work in your life and I can bring you back and I can make you part of my army once again. നീ എനിക്കായി ഏൽപ്പിച്ചു തരുന്നുവെങ്കിൽ ഒരിക്കൽ കൂടി എനിക്ക് നിന്നെ എന്റെ സൈന്യത്തിന്റെ ഭാഗമാക്കി മാറ്റുവാൻ കഴിയും. If you read Isaiah chapter 61 and verse 4, യെശയ്യാ പ്രവചനം 61 അധ്യായത്തിന്റെ 4 വാക്യം വായിച്ചാൽ, അവർ പുരാതന ശൂന്യങ്ങളെ പണിയുകയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയായി നിർജ്ജനമായിരുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും. And they shall build the old ways, they shall rise up the former desolations, and they shall repair the waste cities, the desolations of many generations. Now why has this verse been written? ഇവിടെ എന്തുകൊണ്ടാണ് ഈ വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നത്? It's not here to give us some historical information about how literal Jerusalem is going to be rebuilt. ആ പഴയ അക്ഷരീക യെരൂശലേം എപ്രകാരം വീണ്ടും പണിയും എന്നുള്ളതിനെ കുറിച്ച് ചില ചരിത്രപരമായ കാര്യങ്ങൾ പറയേണ്ടതിനല്ല. If this is meant for the church and for our personal life, it means God is going to build up
wasted souls and perished souls that have lost their salvation once again. ഇത് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ആത്മീക വർധനയ്ക്ക് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം നഷ്ടപ്പെട്ടു പോയ പിന്മാറ്റത്തിൽ പോയ ആത്മാക്കളെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തി അവരെ പുനരുദ്ധരിച്ച് അവരെ പണിയുമെന്ന് തന്നെയാണ്. He says here he will build up the desolations of many generations. ഇവിടെ വായിക്കുമ്പോൾ അവൻ പുരാതന ശൂന്യങ്ങളെ പണിയും എന്നാണ് എഴുതിയിരിക്കുന്നത്. The last part. Many generations, the desolations of many generations. തലമുറകളുടെ നിർജ്ജന സ്ഥലങ്ങളെ താൻ പണിയുമെന്ന് എഴുതി നന്നാക്കുമെന്ന് എഴുതിയിരിക്കുന്നു. What does that mean? എന്താണ് അതിന്റെ അർത്ഥം? Lives that have been ruined for many generations. That means families that have gone into backsliding for many generations. Their forefathers would have been good Christians, but now they have gone into backsliding. Their children are in backsliding. Their grandchildren are born in backsliding. Their great-grandchildren are born in backsliding. But God says, I'm going to build them up again. അതിന്റെ അർത്ഥം അനേക തലമുറകൾക്ക് മുമ്പ് പിന്മാറ്റത്തിലേക്ക് ശൂന്യത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നുപോയ കുടുംബങ്ങൾ ഒരുപക്ഷെ അവരുടെ മുൻ പിതാക്കന്മാർ ദൈവമക്കളായിരുന്നിരിക്കാം. എന്നാൽ അവരുടെ മക്കളും അവരുടെ കൊച്ചുമക്കളുടെ മക്കളുമെല്ലാം പിന്മാറ്റത്തിലായിരിക്കാം പിറന്നിരിക്കുന്നത്. എന്നാൽ ദൈവം പറയുന്നത് ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തി അവരെ വീണ്ടും പണിയുമെന്നാണ്. So when God has hope about us, why should we condemn ourselves? Why should we allow those vultures to vomit on us? ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ തരുമ്പോൾ എന്തുകൊണ്ടാണ് നാം നമ്മെ തന്നെ കുറ്റം വിധിക്കുകയും ആ കഴുകന്മാർ നമ്മെ കുറ്റം വിധിക്കുവാൻ നാം അനുവദിക്കുകയും ചെയ്യുന്നത്? So if you feel that you've gone far away from God because the devil has entered into your life and deceived you, remember there is still hope with God. You can come back to him. പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിച്ച് നിങ്ങളെ വഞ്ചിച്ചത് നിമിത്തമായി നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയതായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും പ്രത്യാശയ്ക്ക് വകയുണ്ട്. ദൈവം നിങ്ങളെ വീണ്ടും അവന്റെ അടുക്കിലേക്ക് കൊണ്ടുവരും. It is true that when one spirit leaves a man, 8 spirits will come and try to bring him away again. ഒരു ദുരാത്മാവ് മനുഷ്യനെ വിട്ടു പോകുമ്പോൾ വീണ്ടും 8 ദുരാത്മാക്കൾ അവനിലേക്ക് പ്രവേശിച്ച് അവനെ പിന്മാറ്റത്തിൽ കൊണ്ടുപോകുവാൻ ശ്രമിക്കുമെന്നുള്ളത് വാസ്തവമാണ്. But remember, those 8 spirits are not too big for God to deliver you. എന്നാൽ ദൈവത്തിന് നിങ്ങളെ വിടുവിക്കേണ്ടതിന് ആ 8 ദുരാത്മാക്കൾ എന്നുള്ളത് ഒരു വലിയ പ്രശ്നമല്ല. Shall we close our eyes for 1 minute? നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. If there is anyone like that in this place, ഒരുപക്ഷെ ഇവിടെ ആരെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ആ ഒരു അവസ്ഥയിൽ ഉണ്ടെങ്കിൽ, if there is one smoking flax in our midst, നമ്മുടെ മധ്യേ പുകയുന്ന ഒരു തിരിയെങ്കിലും ഉണ്ടെങ്കിൽ, if there's one person who's gone into backsliding, പിന്മാറ്റത്തിലേക്ക് പോയിരിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ, dear brother, dear sister, we are going to pray for you now. പ്രിയ സഹോദര സഹോദരി, ഞങ്ങൾ നിനക്കായി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. We are going to pray that God is going to bring you out of condemnation. ആ ന്യായവിധിയിൽ നിന്ന് കുറ്റവിധിയിൽ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ പോകുന്നു. We are going to pray that God is going to light the fire in your life once again. ഒരിക്കൽ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ആ കെട്ടുപോയ തീയെ ദൈവം കത്തിക്കേണ്ടതിന് പ്രാർത്ഥിക്കുവാൻ പോകുന്നു. As the church of God, let's get together and pray for anyone here who's gone into backsliding. ഇവിടെ പിന്മാറ്റത്തിൽ കടന്നുപോയിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ദൈവസഭയായി നാം ഒന്നായി ചേർന്ന് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. They have swords in their hands, but they don't know how to use it. അവരുടെ കയ്യിൽ വാളുകൾ ഉണ്ടെങ്കിലും അവർക്ക് അത് ഉപയോഗിക്കുവാൻ അറിഞ്ഞുകൂടാ. They have become weak by condemnation. കുറ്റവിധിയാൽ അവർ ബലഹീനരായി തീർന്നിരിക്കുന്നു. But the Lord should bring them out of condemnation. എന്നാൽ ദൈവം അവരെ ആ കുറ്റവിധിയിൽ നിന്ന് അവരെ വിടുവിച്ചു കൊണ്ടുവരണം. The Lord should help them to join the army of God once again. ഒരിക്കൽ കൂടി ദൈവത്തിന്റെ സൈന്യത്തോട് ചേരുവാൻ ദൈവം അവരെ സഹായിക്കണം. 1 minute, shall we lift up our voices and start praying for them? ഒരു നിമിഷം നമ്മുടെ ശബ്ദമുയർത്തി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Maybe they have not come here. ഒരുപക്ഷെ അവരിവിടെ വന്നിട്ടില്ലായിരിക്കാം. Maybe they are not coming to this meeting. ഒരുപക്ഷെ അവർ ഈ കൂട്ടത്തിന് വന്നിട്ടില്ലായിരിക്കാം. Maybe they have lost interest in these meetings. ഒരുപക്ഷെ ഇങ്ങനെയുള്ള കൂട്ടങ്ങൾക്ക് അവരുടെ ആഗ്രഹം നഷ്ടപ്പെട്ടു പോയിരിക്കാം. But the Lord has not lost interest in them. എന്നാൽ ദൈവത്തിന് അവരിലുള്ള താല്പര്യം നഷ്ടപ്പെട്ടിട്ടില്ല. He who goes after the lost sheep is going after them now. അവസാനം നഷ്ടപ്പെട്ടു പോയ ആടിനെ തേടി പോകുന്ന യേശു അവരുടെ പിന്നാലെ പോകുന്നു. Now as we pray, നാം ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ believe that the power of God is going to touch them wherever they are. അവരെവിടെയാണെങ്കിലും ദൈവത്തിന്റെ ശക്തി അവരെ സന്ദർശിക്കുമെന്ന് നാം വിശ്വസിക്കുക. So let us pray with faith. നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. All those 8 spirits that are binding them should be bound in Jesus' name. അവരെ ബന്ധിച്ചിരിക്കുന്ന ആ 8 ദുരാത്മാക്കളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കണം. That smoking flax should start burning once again in Jesus' name. ആ പുകയുന്ന തിരി യേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ജ്വലിക്കുവാനിടയാകണം. Let's lift up our voices and pray. നമ്മുടെ ശബ്ദമുയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. Mighty God, sweet Savior, we pray, O Lord, that your fire might come down and descend upon them once again, O God, so that they might be pulled out from darkness and be brought to light once again, O God. Thank you, Savior. Thank you, Savior. Mighty God, send forth thy power, send forth thy word, send forth thy fire, and bring them, O Lord, into this marvelous
this light once again. Glorify thy name, O God. Glorify thy name. Praise you, Jesus. We praise you. We praise you. When I was ministering in a particular church, ഞാനൊരു പ്രത്യേക സഭയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ I asked some people there to take an account of all those who have stopped coming to church. സഭയിൽ വരുന്നത് നിർത്തിക്കളഞ്ഞവരുടെ എണ്ണമെടുക്കുവാൻ ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. When they took the account, അത് അവരുടെ എണ്ണമെടുത്തപ്പോൾ there were enough people who were not coming to church. If they came, they would themselves fill the church. ആ സഭയ്ക്ക് വരുന്നത് നിർത്തിക്കളഞ്ഞ ആ മനുഷ്യരുടെ എണ്ണം മാത്രം മതി സഭ ആ ഹോള് നിറയ്ക്കുവാനായിട്ട്. So we sometimes concentrate on new souls and believers but neglect those who have gone out. നാം പലപ്പോഴും പുതിയ ആത്മാക്കളെയും വിശ്വാസികളെ ശ്രദ്ധിക്കാറുണ്ട്, എന്നാൽ പിന്മാറ്റത്തിലേക്ക് പോകുന്നവരെ നാം പലപ്പോഴും ഉപേക്ഷിച്ച് കളയുന്നു. But Jesus loves them. എന്നാൽ യേശു അവരെ സ്നേഹിക്കുന്നു. God has heard our prayers. ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ കേട്ടിരിക്കുന്നു. God is going to reach out to them and bring them back in the days to come. ദൈവം അവരിലേക്ക് എത്തിച്ചേർന്ന് അവരെ ഈ വരുന്ന നാളുകളിൽ തിരികെ കൊണ്ടുവരും. Hallelujah. ഹല്ലേലൂയ. Now then, in his dream, Rick Joyner in his dream saw a third group of people. തന്റെ സ്വപ്നത്തിൽ ഒരു മൂന്നാമതൊരു കൂട്ടം ജനത്തെ കണ്ടു. They are part of God's army. അവർ ദൈവത്തിന്റെ സൈന്യത്തിന്റെ ഭാഗമാണ്. But they don't realize they are in an army. എന്നാൽ അവർ ഒരു സൈന്യത്തിലാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. They are in the army, but they don't have weapons in their hands. അവർ സൈന്യത്തിലാണെങ്കിലും അവരുടെ കരങ്ങളിൽ അവർക്ക് ആയുധമില്ല. They are going about from place to place, from house to house, from tent to tent, and they're just having fun, laughing, joking. That's the pleasure-loving people. അവര് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കും, ഒരു ഭവനത്തിൽ നിന്ന് മറ്റൊരു ഭവനത്തിലേക്കും, ഒരു കൂടാരത്തിൽ നിന്ന് മറ്റൊരു കൂടാരത്തിലേക്കും പോകുന്നു. അവർ സംസാരിക്കുന്നു, ചിരിക്കുന്നു, തമാശ പറയുന്നു. അവർ സന്തോഷങ്ങൾ, സുഖസൗകര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. So this is a group of people who are irresponsible Christians. ഇത് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു കൂട്ടം ക്രിസ്ത്യാനികളെ കാണിക്കുന്നു. They have lost their sense of responsibility. They don't realize why they are in the army of God. അവരുടെ ജീവിതത്തിലുള്ള ഉത്തരവാദിത്വം അവർ മനസ്സിലാക്കാതെ എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ സൈന്യത്തിലായിരിക്കുന്നത് എന്ന് അവർക്ക് അറിയുവാൻ കഴിയുന്നില്ല. They are in the church for selfish reasons, not to fight a battle. അവർ സഭയിൽ വരുന്നത് സ്വാർത്ഥമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഒരു യുദ്ധം ചെയ്യേണ്ടതിനല്ല. They have no vision of a warfare that is taking place. നടന്നുകൊണ്ടിരിക്കുന്നതായ യുദ്ധത്തെക്കുറിച്ച് യാതൊരു ദർശനവും അവർക്കില്ല. In the same way, these days many of us are here not to give God what we have, but to use God for what we want. അതുപോലെ ഈ നാളുകളിൽ നമ്മിൽ പലരും ഇവിടെ ആയിരിക്കുന്നത് നമുക്കുള്ളത് ദൈവത്തിന് കൊടുക്കേണ്ടതിനല്ല, നമുക്ക് വേണ്ടത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതിനാണ്. Many of us are in the church of God, but we have lost our vision that we are in the middle of a battle. സഭയിലായിരിക്കുന്ന അനേകർക്ക് തങ്ങളൊരു യുദ്ധകളത്തിലാണ് എന്നുള്ള അവരുടെ ദർശനം നഷ്ടപ്പെട്ടിരിക്കുന്നു. So we are here to build our own mansions in this world. എന്നാൽ നാം ഇവിടെ ആയിരിക്കുന്നത് ഈ ലോകത്തിൽ നമ്മുടെ തന്നെ ഭവനങ്ങളെ പണിയേണ്ടതിനാണ്. We are thinking that prosperity is spiritual blessing. നാം ചിന്തിക്കുന്നത് ആത്മീക അനുഗ്രഹം എന്ന് പറയുമ്പോൾ അഭിവൃദ്ധിയാണ് എന്നാണ്. We think a man who has no warfare to fight, who's quite all right, who has no battles at all, he is blessed. ഒരു പോരാട്ടവും ഇല്ലാത്ത, ഒരു യുദ്ധവും ചെയ്യുവാനില്ലാത്ത മനുഷ്യനാണ്, സമാധാനമായി സ്വസ്ഥമായിരിക്കുന്ന മനുഷ്യനാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നാണ് നാം കരുതുന്നത്. One day one pastor went visiting to a house. ഒരിക്കൽ ഒരു പാസ്റ്റർ ഒരു ഭവനത്തിൽ സന്ദർശനത്തിന് പോയി. There was an aged father and mother in that house. ആ ഭവനത്തിൽ പ്രായമായ ഒരു പിതാവും മാതാവും ഉണ്ടായിരുന്നു. So they were testifying about how God was blessing them. അവരെ ദൈവം അനുഗ്രഹിച്ചത് എപ്രകാരമാണെന്ന് അവർ സാക്ഷി പറയുകയായിരുന്നു. They were telling the pastor, by God's grace, I am healthy, my wife is healthy. അവർ പാസ്റ്ററോട് പറയുകയായിരുന്നു, ദൈവകൃപയാൽ എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, ഭാര്യയ്ക്കും ആരോഗ്യമുണ്ട്. We have 7 children, all of them are well settled, all of their families are also having good jobs, and there are no sickness, no problems. By God's grace we are all happy and fine. ഞങ്ങൾക്ക് 7 മക്കളുണ്ട്. ആ 7 പേരും അവരുടെ കുടുംബങ്ങളും എല്ലാം നല്ല ജോലിയൊക്കെയായി സ്വസ്ഥമായിരിക്കുന്നു. അവർക്ക് ആർക്കും രോഗമൊന്നുമില്ല. എല്ലാവരും അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. Then pastor asked them, did you read your Bible this morning? അപ്പോൾ പാസ്റ്റർ അവരോട് ചോദിച്ചു, ഇന്ന് രാവിലെ നിങ്ങൾ വേദപുസ്തകം വായിച്ചുവോ? They said, no pastor. അവർ പറഞ്ഞു, ഇല്ല പാസ്റ്റർ. Did you pray this morning? ഇന്ന് രാവിലെ നിങ്ങൾ പ്രാർത്ഥിച്ചുവോ? Yes. പ്രാർത്ഥിച്ചു. How long? എത്ര നേരം?
10 minutes, Pastor. 10 മിനിറ്റ് പാസ്റ്റർ. Then Pastor said, you think God has blessed you? You call this blessing? I tell you, you are of all men most miserable. നിങ്ങൾ പാസ്റ്റർ പ്രകാരം അവരോട് മറുപടി പറഞ്ഞത്, നിങ്ങൾ ചിന്തിക്കുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. If we have hope in Christ only for the things pertaining to this world, we are of all men most miserable. In other words, all men most miserable means a Christian who does not realize that he's meant for heaven and thinks that he's only building up this world, things in this world, and that's prosperity, he's worse than a sinner. That's why all men most miserable. ഈ ലോകത്തിലെ കാര്യങ്ങൾക്കായി മാത്രം ക്രിസ്തുയേശുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ എന്ന് പറയുന്നു. സകല മനുഷ്യരിലും അരിഷ്ടന്മാർ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ ഭൗതികമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രമാണ് ക്രിസ്തുയേശുവിൽ പ്രത്യാശ വെച്ച് അതിനു വേണ്ടിയിട്ട് അധ്വാനിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു പാപിയേക്കാൾ മോശമായ അവസ്ഥയിലാണ് എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം Read Haggai chapter 1 and verse 4. Haggai. ഹഗ്ഗായിയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കും. ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? So what is written here? ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? Is it time for you to dwell in nice houses, well built houses, while the city of God lies waste? ദൈവത്തിന്റെ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട മനോഹരമായി പണിത വീടുകളിൽ പാർപ്പാൻ കാലമായോ? In other words, the Jews have lost vision about the house of God. They have lost vision about enemies plundering the house of God, and they have gone and settled and are happy with their own personal dwellings. അതിന്റെ അർത്ഥം യഹൂദന്മാർക്ക് ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ചുള്ള ദർശനം നഷ്ടപ്പെട്ട്, ശത്രു വന്ന് ദൈവത്തിന്റെ ആലയം കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള ദർശനം നഷ്ടപ്പെട്ടിട്ട് അവർക്ക് പോയി അവർക്കായി പണിത നല്ല മനോഹരമായ ഭവനങ്ങളിൽ പാർപ്പാൻ അവർക്ക് ആഗ്രഹമായി. So Haggai is waking them up. Oh Jews, is this the way to live? Is this the time to do this? ഹഗ്ഗായി അവരെ തട്ടി ഉണർത്തുകയാണ്, യഹൂദന്മാരെ ഇതാണോ ഇപ്രകാരം ചെയ്യേണ്ട കാലം എന്ന് ചോദിച്ചുകൊണ്ട്. It is time to wake up and fight a warfare. ഇത് ഉണർന്നെഴുന്നേറ്റ് ഒരു യുദ്ധം ചെയ്യേണ്ട സമയമാണ്. Dear brothers and dear sisters, പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, do we realize that we are not just members of a church but soldiers in an army? നാം ഒരു സഭയുടെ അംഗങ്ങൾ മാത്രമല്ല, ഒരു സൈന്യത്തിലെ അംഗങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കുന്നുവോ? Are we sure that you are putting on the whole armor of God? Are we getting ready to fight, or are we settling down in this world? നമ്മുടെ ദൈവത്തിന്റെ സർവ്വായുധ വർഗം ധരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യേണ്ടതിന് നാം ഒരുങ്ങുന്നുവോ, അതോ ഈ ലോകത്തിലെ കാര്യങ്ങൾ പ്രാപിച്ച് അതുകൊണ്ട് ഒതുങ്ങുന്നുവോ? Do you know something? നിങ്ങൾക്ക് ഒരു കാര്യം അറിയുമോ? Every land that you own, every house that is yours now, every rupee that you have in your bank account is going to be seized by the Antichrist very soon. It will be given back to you only if you take the mark of the beast. നിങ്ങൾക്കുള്ള ഇപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള നിങ്ങളുടെ ഭവനങ്ങൾ, നിങ്ങൾക്കുള്ള നിലങ്ങൾ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള ഓരോ രൂപയും എതിർ ക്രിസ്തു അവൻ പിടിച്ചെടുക്കുവാൻ പോകുകയാണ്. അവൻ അത് പിടിച്ചെടുത്തിട്ട് നിങ്ങൾ അവന്റെ മുദ്ര ഏൽക്കുന്നുവെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് അവൻ തിരികെ തരികയുള്ളൂ. So nothing is going to belong to us anymore. അതുകൊണ്ട് ഇനി മുതൽ നമുക്കൊന്നും സ്വന്തമായിരിക്കുകയില്ല. Everything is going to be taken away by the enemy. ശത്രു സകലതും പിടിച്ചുകൊണ്ട് പോകുവാൻ പോകുന്നു. Very easy to get distracted, very difficult to concentrate. That's why I said the Lord should open our ears to hear this word. പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ പോകുന്നു, നാം പെട്ടെന്ന് അവിടെ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവം നമ്മുടെ കാതുകൾ തുറക്കണമെന്ന്. Remember, if we don't take the mark of the beast and we are left behind, everything is going to go to the Antichrist. നാം കൈവിടപ്പെട്ടിട്ട് എതിർ ക്രിസ്തുവിന്റെ മുദ്ര നാം ഏൽക്കുന്നില്ല എങ്കിൽ എല്ലാം അവൻ പിടിച്ചെടുക്കുവാൻ പോകുകയാണ്. You know, when Satan comes to the earth soon, ഈ സാത്താൻ ഈ ഭൂമിയിലേക്ക് അതിവേഗം കടന്നു വരുമ്പോൾ he is going to face two defeats. താൻ രണ്ട് പരാജയങ്ങൾ നേരിടുവാൻ പോകുന്നു. One, he's lost the man child whom he was waiting to devour so long. താൻ വിഴുങ്ങുവാൻ കാത്തുകൊണ്ടിരുന്ന ആ ആൺകുട്ടിയെ തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. The child got caught up. ആ ആൺകുട്ടി എടുക്കപ്പെട്ടു. After that, he fought a war with Michael and his angels and lost and was cast down. അതിനുശേഷം മിഖായേലും ദൂതന്മാരുമായിട്ട് അവൻ യുദ്ധം ചെയ്തു, എന്നാൽ അവനെ താഴേക്ക് തള്ളിക്കളഞ്ഞു. Two successive defeats and he's cast down. He's very angry. രണ്ട് തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം അവനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവനിപ്പോൾ കോപാകുലനാണ്. So now on whom can he show this anger? ആരുടെ മേൽ അവൻ ഈ കോപം പ്രദർശിപ്പിക്കുവാൻ കഴിയും? He is
2 defeats by the kingdom of God. The kingdom of God has defeated him twice quickly, one after the other. ഒന്നിന് പുറകെ ഒന്നൊന്നായി ദൈവരാജ്യം സംബന്ധിച്ച് അവൻ 2 പ്രാവശ്യം തോറ്റിരിക്കുന്നു. So he looked for someone who is part of the kingdom of God, who is now on the earth. ഇപ്പോൾ ആ ദൈവരാജ്യത്തിന്റെ ഭാഗമായിരുന്ന എന്നാൽ ഭൂമിയിൽ ശേഷിക്കുന്നവർക്ക് വേണ്ടി അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. And he will take his revenge on them. അവൻ അവരോട് തന്റെ പ്രതികാരം ചെയ്യും. That's what the Bible says. അതാണ് വേദപുസ്തകം പറയുന്നത്. So that's why the Bible says, woe unto the earth, because the devil has come down unto you full of wrath. വേദപുസ്തകം വായിക്കുമ്പോൾ സാത്താൻ മുഴുകോപത്തോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്നാണ്. Read Revelation 12:12. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. Therefore rejoice, ye heavens, and ye that dwell in them. Woe to the inhabitants of the earth and of the sea, for the devil is come down unto you, having great wrath, because he knoweth that he hath but a short time. So when the devil comes down, remember, he's not in a good mood. He's very angry. സാത്താൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവൻ നല്ല മൂഡിലല്ല ഇറങ്ങി വരുന്നത്, അവൻ മഹാക്രോധത്തോടെയാണ് വരുന്നത്. And the next verse says, when he saw that he was cast down, the first thing he does is go after the woman who was left behind. അടുത്ത വാക്യത്തിൽ വായിക്കുമ്പോൾ തന്നെ തള്ളിക്കളഞ്ഞു എന്ന് കണ്ടപ്പോൾ അവൻ ആദ്യം ചെയ്യുന്നത് ആ സ്ത്രീയുടെ പുറകെ പോകുകയാണ്. In brief, to put it in short, if you and I are left behind when Jesus comes, woe unto us. ചുരുക്കി പറഞ്ഞാൽ, ഞാനും നിങ്ങളും കർത്താവിന്റെ വരവിൽ കൈയിടപ്പെടുന്നുവെങ്കിൽ നമുക്ക് അയ്യോ കഷ്ടം. We Pentecostals are going to be his first target. പെന്തക്കോസ്തുകാരാണ് അവന്റെ ആദ്യ ലക്ഷ്യമായി തീരുവാൻ പോകുന്നത്. So it's very important that we be part of God's army and wake up to realize that we have to fight our battles well right now. അതുകൊണ്ട് ദൈവത്തിന്റെ സൈന്യത്തിന്റെ ഭാഗമായി തീർന്നുകൊണ്ട് ഇപ്പോൾ ഉണർന്നെഴുന്നേറ്റ് ദൈവത്തിന്റെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമേറിയതാണ്. Remember the warning that Mordecai gave Esther. മൊർദെഖായി എസ്തേറിന് നൽകിയ ആ മുന്നറിയിപ്പ് നാം ശ്രദ്ധിക്കണം. Esther, remember, just because you're sitting in a palace, do not think that you are safe there. എസ്തേറേ, നീ ഒരു രാജകൊട്ടാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് നീ അവിടെ സുരക്ഷിതയാണ് എന്ന് നീ ചിന്തിക്കരുത്. If you do not take the risk to go and speak to the king now, ഇപ്പോൾ പോയി രാജാവിനോട് സംസാരിക്കുവാനുള്ള ആ സാഹചര്യം നീ എടുക്കുന്നില്ല എങ്കിൽ salvation will come for the Jews from somewhere else. യഹൂദന്മാർക്ക് മറ്റെവിടെ നിന്നെങ്കിലും രക്ഷ വരും. But he doesn't stop there. എന്നാൽ അവൻ അതുകൊണ്ട് നിർത്തിയില്ല. But you, Esther, you might sit in a palace, but you and your house will be destroyed. താൻ പറയുകയാണ്, എസ്തേറേ, നീ ഒരുപക്ഷെ രാജകൊട്ടാരത്തിലായിരിക്കാം ഇരിക്കുന്നത്, എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. So it's not safe to not to fight. യുദ്ധം ചെയ്യാതിരിക്കുന്നത് സുരക്ഷിതമല്ല. We have to get up as God's army and fight. നാം ദൈവത്തിന്റെ സൈന്യമായി ഉണർന്നെഴുന്നേറ്റ് യുദ്ധം ചെയ്യണം. Because whether we like it or not, Satan is going to fight against us. നാം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സാത്താൻ നമുക്കെതിരെ യുദ്ധം ചെയ്യുവാൻ പോകുന്നു. Then there is a fourth group. ഒരു നാലാമതൊരു കൂട്ടരുണ്ട്. They are the real warriors. അവരാണ് യഥാർത്ഥ പോരാളികൾ. In this dream that Rick Joyner saw, he saw this fourth group in the forefront of God's army. ഈ റിക് ജോയ്നർ എന്നുള്ള വ്യക്തി കണ്ടതായ സ്വപ്നത്തിൽ ഈ നാലാമത്തെ കൂട്ടർ ദൈവത്തിന്റെ സൈന്യത്തിന്റെ ഏറ്റവും മുൻഭാഗത്താണ്. But he saw, even in that army, there were so many things that were sad seeing it. എന്നാൽ ആ സൈന്യത്തിലും ദുഃഖകരമായ പല കാര്യങ്ങൾ താൻ കാണുകയുണ്ടായി. One is, the army was very small. ഒന്ന്, ആ സൈന്യം വളരെ ചുരുക്കമായിരുന്നു. Another thing that he saw is, many did not have any armor at all. താൻ കണ്ട മറ്റൊരു കാര്യം, അനേകർക്കും അവരുടെ കയ്യിൽ യാതൊരു ആയുധവും ഉണ്ടായിരുന്നില്ല. But they were ready to fight, but no armor. അവർ യുദ്ധം ചെയ്യുവാൻ ഒരുങ്ങിയിരുന്നു, എന്നാൽ ആയുധമില്ല. Another group had only a few parts of the armor. മറ്റൊരു കൂട്ടർക്ക് ചില ആയുധങ്ങളുടെ ചില ഭാഗങ്ങൾ, ചില ആയുധങ്ങൾ മാത്രം ഉണ്ടായിരുന്നു. Another group had the whole armor, but they were not trained. They didn't have enough training to fight. മറ്റൊരു കൂട്ടർക്ക് സർവായുധവർഗം ഉണ്ടായിരുന്നു, എന്നാൽ യുദ്ധം ചെയ്യുവാനുള്ള പരിശീലനം ഉണ്ടായിരുന്നില്ല. In that small group, many were small children. They were ready to fight, but they were not mature enough to fight. ആ ചെറിയ കൂട്ടത്തിൽ അനേകം ചെറിയ കുട്ടികളായിരുന്നു, അവരും യുദ്ധം ചെയ്യാൻ ഒരുക്കമായിരുന്നു, എന്നാൽ അതിനുള്ള പക്വത വന്നിരുന്നില്ല. In that part of them, those who were ready to fight, many were wounded. They had lost strength to fight.
ആ യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയിരുന്നവരിൽ അനേകർക്ക് അവർക്ക് പരിക്കേറ്റിട്ട് അവരുടെ ബലം നഷ്ടപ്പെട്ട് യുദ്ധം ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു. Just imagine the pathetic condition of God's army. How is such an army going to fight? ദൈവത്തിന്റെ ആ സൈന്യത്തിന്റെ പരിതാപകരമായ അവസ്ഥയൊന്ന് നോക്കുക. എപ്രകാരം ആ സൈന്യത്തിന് യുദ്ധം ചെയ്യുവാൻ കഴിയും? If we confess the truth today, this is how we are today. നാം സത്യം ഏറ്റുപറയുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ ഇതാണ് ഇന്ന്. So that's why the Bible says twice, put on the whole armor of God. അതുകൊണ്ടാണ് വേദപുസ്തകം 2 പ്രാവശ്യം പറയുന്നത് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുക. Read Ephesians chapter 6 verses 11 and 13. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 11ഉം 13ഉം വാക്യങ്ങൾ വായിക്കാം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന് സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന് സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. Put on the whole armor of God, that ye may be able to stand against the wiles of the devil. Wherefore take unto you the whole armor of God, that ye may be able to withstand in the evil day, and having done all to stand. When I was reading this book, ഞാൻ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ I didn't go to any shop and buy this book. ഞാൻ ഒരു കടയിലും പോയി വാങ്ങിയതല്ല ഈ പുസ്തകം. Somebody who didn't even read the book gave it to me as a gift. ഈ പുസ്തകം വായിക്കാത്ത ആരോ ഒരാൾ എനിക്കൊരു സമ്മാനമായി തന്നതാണ്. But it was so timely and so correct, and that it was, and comparing it with the word of God, it seemed to be accurate. എന്നാൽ അത് തന്ന സമയം വളരെ കാലോചിതമായിരുന്നു. ദൈവത്തിന്റെ വചനവുമായി പരിശോധിക്കുമ്പോൾ അത് വളരെ കൃത്യവുമായിരുന്നു. There were 1 or 2 things that were different, but most of it was apt with the word of God. 1-2 കാര്യങ്ങൾ വ്യത്യസ്തതയുള്ളതാണെങ്കിലും മിക്കവാറും എല്ലാ കാര്യങ്ങളും ദൈവവചനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ശരിയായിരുന്നു. So when we examine this dream and compare ourselves, we realize that we are still not ready to fight this battle. ഈ സ്വപ്നം പരിശോധിച്ച് നമ്മെ തന്നെ നാം താരതമ്യം ചെയ്യുമ്പോൾ ഇതുവരെയും യുദ്ധം ചെയ്യുവാൻ നാം ഒരുങ്ങിയിട്ടില്ല എന്ന് നമുക്ക് കാണാം. When Satan is getting ready his hordes of evil spirits to fight against the church of God, when human beings have surrendered themselves to Satan to get rid of Christianity, how ready we must be to fight our battles well. സാത്താൻ ദൈവമക്കൾക്ക് വിരോധമായി പോരാടേണ്ടതിന് അവന്റെ സൈന്യങ്ങളെ അവൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ക്രിസ്ത്യാനികളെ ഭൂമുഖത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യുവാൻ മനുഷ്യർ അവന് വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നാം ഈ യുദ്ധം ചെയ്യേണ്ടതിന് എത്രയധികം ഒരുക്കമുള്ളവരായിരിക്കണം. That's why I said in the first day, this is not a Bible study, this is also a message for the times. അതുകൊണ്ട് ആണ് ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞത്, ഇത് വെറും ഒരു വേദപാഠ ക്ലാസ് മാത്രമല്ല, ഇത് കാലത്തിനനുസരിച്ച് നമുക്കുള്ള ഒരു ദൂത് കൂടിയാണ്. God is speaking to each one of us that we have to rise up and fight this battle as soldiers of Christ. ക്രിസ്തുവിന്റെ ഭടന്മാരായിട്ട് നാം ഓരോരുത്തരും ഉണർന്നെഴുന്നേറ്റ് ഈ യുദ്ധം ചെയ്യേണ്ട സമയമാണ് എന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്നു. Now we are going to see some things about the armor of God. നാം ദൈവത്തിന്റെ സർവായുധവർഗത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കാം. Although we are going to get together and as a church, as a children of God, fight this battle, നാം ഒരു സഭയായി ഒന്ന് ചേർന്ന് ദൈവമക്കൾ ഒന്ന് ചേർന്ന് യുദ്ധം ചെയ്യുവാൻ പോകുന്നുവെങ്കിലും each of us personally needs this entire armor to withstand the devil. നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി ശത്രുവിനോട് എതിർത്ത് നിൽക്കേണ്ടതിന് ഈ സർവായുധവർഗം ആവശ്യമായിരിക്കുന്നു. About this whole armor we just read in Ephesians chapter 6. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ ഈ സർവായുധവർഗത്തെ കുറിച്ച് നമുക്ക് കാണാം. Different pieces of that armor are mentioned there. ഈ ആയുധവർഗത്തിന്റെ പല ഭാഗങ്ങൾ അവിടെ കാണുന്നു. And what each piece of armor means spiritually is also written there. ഈ ആയുധവർഗത്തിന്റെ ഓരോ അർത്ഥങ്ങളും ഓരോ ഭാഗത്തിന്റെയും ആത്മീയ അർത്ഥങ്ങളും അവിടെ എഴുതിയിട്ടുണ്ട്. But I would like just to pick out a few pieces of this armor that are very important for our life. എന്നാൽ നമുക്ക് ഏറ്റവും പ്രാധാന്യമേറിയ ചില 1-2 ആയുധങ്ങൾ മാത്രം എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. One is the helmet. ഒന്ന് ശിരസ്ത്രമാണ്. Because a helmet is very important because it protects the head. ഒരു ശിരസ്ത്രം അത് തലയെ സൂക്ഷിക്കുന്നത് കൊണ്ട് അത് ഏറ്റവും പ്രാധാന്യമേറിയതാണ്. It will prevent the adversary from landing a deathly blow on us. അത് ശത്രു നമ്മുടെ തലയിൽ ഒരു മരണകരമായ അടി തരുന്നതിൽ നിന്നും നമ്മെ ശത്രുവിനെ തടയുന്നു. Secondly, I would like to speak about the sword. രണ്ടാമത് വാളിനെ കുറിച്ച് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. The reason is because when you look at all the pieces of armor that are mentioned there,
it is written, this piece of armor, the sword, is the only offensive weapon. All the others are defensive weapon, only to protect. എന്തുകൊണ്ടെന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന ആ സർവായുധ വർഗ്ഗങ്ങളിൽ ഓരോന്നിനെ കുറിച്ച് നാം നോക്കിയാൽ ഈ വാള് മാത്രമാണ് ആക്രമിക്കുവാനുള്ള ആയുധം, മറ്റായുധങ്ങളെല്ലാം പ്രതിരോധിക്കുവാനുള്ള ആയുധങ്ങളാണ്. So we are going to consider the sword. അതുകൊണ്ട് വാള് നമുക്ക് പരിശോധിക്കാം. We are also going to consider the shield. അതിനുശേഷം നാം പരിചയം കാണുവാൻ പോകുന്നു. Because in that verse a priority is given to the shield. In verse 16 it says, above all take the shield of faith. 16-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ എല്ലാത്തിനും മീതെ പരിചയം എടുത്തുകൊള്ളുവിൻ എന്ന് അവിടെ പറയുന്നു. So there is an importance given there to the shield, above all. അവിടെ എല്ലാത്തിനും മീതെ എന്ന് പറഞ്ഞ് പരിചയ്ക്ക് പ്രാധാന്യം നൽകുകയാണ്. So we're just going to look at these 3 pieces of armor. ഈ ആയുധത്തിന്റെ ഈ 3 ആയുധങ്ങൾ മാത്രം നാം കാണുവാൻ ശ്രദ്ധിക്കുവാൻ പോകുന്നു. But keep in mind that these are not enough. We need to have the whole armor of God. എന്നാൽ മനസ്സിൽ നിങ്ങൾ കരുതിക്കൊള്ളണം, ഇത് മാത്രമല്ല നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് ദൈവത്തിന്റെ സർവായുധ വർഗ്ഗം ആവശ്യമാണ്. Now let's look at the helmet first. ഒന്നാമതായി നമുക്ക് ശിരസ്ത്രത്തെ കാണാം. In the chart you see a picture of a Roman helmet there. ഈ ചാർട്ടിൽ ഒരു റോമൻ ശിരസ്ത്രം കാണുവാൻ കഴിയുന്നു. That's how the Romans adorned themselves and put a helmet on their head during battle. അങ്ങനെയാണ് റോമാക്കാർ യുദ്ധത്തിന് പോകുമ്പോൾ തലയിൽ ശിരസ്ത്രം അണിഞ്ഞിരുന്നത്. Here we read in this verse that the helmet in verse 17 speaks of salvation. ഇവിടെ 17-ാം വാക്യം വായിക്കുമ്പോൾ ശിരസ്ത്രം എന്നുള്ളത് രക്ഷയെ കാണിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. This means that whenever you fight you should have this helmet on your head. അതിന്റെ അർത്ഥം നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോഴൊക്കെയും നിങ്ങളുടെ തലയിൽ ഈ ശിരസ്ത്രം ഉണ്ടായിരിക്കണം എന്നാണ്. This helmet is not like the helmet that you wear for a two-wheeler. ഒരു 2-വീലർ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെൽമെറ്റ് പോലെ അല്ല ഈ ശിരസ്ത്രമായിരിക്കുന്നത്. When you're not riding on a helmet, on a two-wheeler, you remove your helmet. നിങ്ങൾ ഒരു ഇരുചക്ര വാഹനം ഓടിക്കാതെ ഇരിക്കുമ്പോൾ ആ ഹെൽമെറ്റ് ആ ശിരസ്ത്രം എടുത്ത് മാറ്റി വെക്കുന്നു. But you and I, whenever we are even if we are sleeping or waking or listening or praying or talking, we are always in a battlefield. Life itself is a battle, and therefore we should always have this helmet on. എന്നാൽ നാം പ്രാർത്ഥിക്കുകയോ നാം ഉറങ്ങുകയോ എഴുന്നേൽക്കുകയോ ശ്രദ്ധിക്കുകയോ എന്തു ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, നമ്മുടെ ജീവിതം എന്നുള്ളത് മുഴുവനും ഒരു യുദ്ധമാണ്. അതുകൊണ്ട് ഓരോ സമയത്തും ഈ ശിരസ്ത്രം തലയിൽ തന്നെ ഉണ്ടായിരിക്കണം. So there's no part of our life where we can say, now it's a rest time, so I can remove this helmet and keep it down. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗത്തും ഇത് വിശ്രമത്തിന്റെ സമയമാണ്, അതുകൊണ്ട് ശിരസ്ത്രം ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമുക്കത് മാറ്റിവെക്കുവാൻ കഴിയുകയില്ല. In other words, salvation should be an experience that we have throughout our life. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ രക്ഷ എന്നുള്ളത് നമ്മുടെ മുഴു ജീവിതത്തിലും നമുക്കുണ്ടായിരിക്കേണ്ട ഒരു അനുഭവമാണ്. Doctrinally we speak of salvation in a certain way. ഉപദേശപരമായി രക്ഷയെക്കുറിച്ച് നാം ചില പ്രത്യേക കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. We have to repent of our sins and confess all our sins, and then we have to accept Jesus Christ as our personal savior. നാം നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് അവയെ ഉപേക്ഷിക്കണം, യേശുവിനെ നമ്മുടെ വ്യക്തിപരമായ രക്ഷിതാവായി നാം സ്വീകരിക്കണം. But I am going to define salvation in another way. എന്നാൽ രക്ഷയെ മറ്റൊരു വിധത്തിൽ ഞാൻ വ്യാഖ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. It's the same thing but in another way. അതേ കാര്യം തന്നെയാണ്, എന്നാൽ മറ്റൊരു വിധത്തിൽ. Salvation is clinging to Jesus all the time. രക്ഷ എന്ന് പറഞ്ഞാൽ എപ്പോഴും യേശുവിനോട് പറ്റിച്ചേരുന്ന അനുഭവമാണ്. It's the realization that without Jesus you're living a dangerous life. യേശുവില്ലാതെ ജീവിക്കുമ്പോൾ അത് അപകടകരമായ ഒരു ജീവിതമാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതാണത്. For example, ഉദാഹരണമായി, suppose there is a rope between 2 mountains. 2 പർവ്വതങ്ങൾ തമ്മിൽ ഒരു കയർ കെട്ടിയിട്ടുണ്ട് എന്ന് കരുതുക. And you are holding, and you are in the center of that rope and holding on to it. നിങ്ങൾ ആ കയറിന്റെ നടുക്ക് കരം പിടിച്ച് തൂങ്ങിക്കിടക്കുന്നു. Below you there is a valley. നിങ്ങളുടെ താഴെ ഒരു താഴ്വരയാണ്. And fire is burning there. അവിടെ നിന്ന് തീ കത്തിക്കൊണ്ടിരിക്കുന്നു. When you look down you can see snakes there in the fire. നിങ്ങൾ താഴേക്ക് നോക്കുമ്പോൾ ആ തീയുടെ മധ്യേ പാമ്പുകൾ എഴയുന്നത് കാണാം. Now if that's the situation, how will you hold on to that rope? അതാണ് സാഹചര്യമെങ്കിൽ നിങ്ങൾ എപ്രകാരമായിരിക്കും ആ കയറിനോട് പിടിച്ചു കിടക്കുന്നത്? Salvation is like that. രക്ഷ എന്ന് പറയുന്നത് അതാണ്. Realizing that outside of Jesus it is hellfire. We have to hold on to Jesus every day. യേശുവിന് പുറത്ത് നരകത്തിന്റെ തീയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസവും യേശുവിനോട് പറ്റിച്ചേർന്നിരിക്കുന്ന അനുഭവം. You know when we put off our helmet, നാം നമ്മുടെ ശിരസ്ത്രം എടുത്ത് മാറ്റുമ്പോൾ sometimes we forget cleaving to Jesus,
and we go about our Christian work in a traditional manner, but we lose our grip on Jesus. നാം യേശുവിനോട് പറ്റിച്ചേരുന്ന അനുഭവം നഷ്ടപ്പെടുത്തിയിട്ട് ഒരു പാരമ്പര്യമായ രീതിയിൽ നാം ക്രിസ്ത്യാനിയായി ജീവിച്ച് യേശുവിനോട് പറ്റിച്ചേരുന്ന അനുഭവം ഇല്ലാതെയാക്കി കളയുന്നു. So that's when we are putting off our helmet and trying to fight. അതാണ് നമ്മുടെ ശിരസ്ത്രം എടുത്ത് മാറ്റുന്ന അനുഭവം. So sometimes when we become loose, or when our grip goes off on the rope, or when we forget Jesus and we start looking elsewhere, God will permit trials in our life so that we can cleave to Jesus once again. നമുക്ക് ആ കയറിലുള്ള പിടി അയയുന്ന സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ യേശുവിനോട് പറ്റിച്ചേരുന്ന അനുഭവത്തിൽ നിന്ന് നാം അകന്നു പോകുമ്പോൾ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ തിരികെ യേശുവിലേക്ക് കൊണ്ടുവരേണ്ടതിന് പരീക്ഷകൾ അനുവദിക്കും. So I told you, every personal trial that we are going through is strengthening us and training us for the final battle. ഞാൻ പറഞ്ഞുവല്ലോ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന ഓരോ പരീക്ഷയും നമ്മെ ബലപ്പെടുത്തി ആ യുദ്ധത്തിനായിട്ട് നമ്മെ അഭ്യസിപ്പിക്കുകയാണ്. The final battle. അവസാന യുദ്ധത്തിനായി. So it's very important that as we get trained, we realize we always are conscious of the helmet on our heads. അതുകൊണ്ട് നാം ആ യുദ്ധത്തിന് വേണ്ടി പരിശീലിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലയിലുള്ള ശിരസ്ത്രത്തെ കുറിച്ചുള്ള ബോധം നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. So when we face a trial, നാം ഒരു പരീക്ഷ നേരിടുമ്പോൾ, one of the things that God is reminding us is, ദൈവം നമ്മെ ഓർപ്പിക്കുന്നതായ കാര്യങ്ങളിൽ ഒന്ന്, hey, the buckle on your helmet is getting loose, tighten it. നിങ്ങളുടെ ശിരസ്ത്രത്തിലുള്ള അതിന്റെ ബട്ടൺ ലൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അതിനെ മുറുക്കുക. It's like when you're hanging from the rope there. നിങ്ങളൊരു കയറിൽ പിടിച്ചു തൂങ്ങിക്കിടക്കുമ്പോൾ, suddenly after holding for a long time, suddenly you tend to fall asleep. കുറെ നേരം തൂങ്ങിക്കിടന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ ഉറങ്ങിപ്പോകുന്നത് പോലെ, and your grip loosens on that rope. അപ്പോൾ നിങ്ങളുടെ ആ കയറിലുള്ള പിടുത്തം അയഞ്ഞു പോകുന്നു. You get into a deep sleep, you will fall down. നിങ്ങളൊരു നല്ല ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ താഴേക്ക് വീഴുകയും ചെയ്യും. Suddenly from below you hear a voice. പെട്ടെന്ന് താഴെ നിന്നൊരു ശബ്ദം എന്ന് കേൾക്കുന്നു. You remember there's a snake down there and you tighten your grip again. താഴെ ഒരു പാമ്പുണ്ട് എന്ന് ഓർത്തുകൊണ്ട് പെട്ടെന്ന് വീണ്ടും പിടിമുറുക്കുന്നു. It's like that. അതുപോലെയാണ് In every trial that we face, we should make sure our salvation. നാം നേരിടുന്ന ഓരോ പരീക്ഷയിലും നമ്മുടെ രക്ഷയെ നാം ഉറപ്പിച്ചു കൊള്ളണം. Because Jesus is our leader in every battle. കാരണം യേശുവാണ് നമ്മുടെ ഓരോ യുദ്ധത്തിലും നമ്മുടെ നേതാവ്. We cannot be saved by our works. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ല. Salvation is clinging to Jesus in every moment of our lives. രക്ഷ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും യേശുവിനോട് പറ്റിച്ചേരുന്നതാണ്. So let's keep this always in mind. ഇത് നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. Don't live any day without Jesus. ഒരു ദിവസം പോലും യേശു ഇല്ലാതെ ജീവിക്കരുത്. One man of God died some years ago. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവപുരുഷൻ മരിച്ചു. So as others were looking at his diary, മറ്റു മനുഷ്യർ തന്റെ ഡയറി പരിശോധിക്കുകയായിരുന്നു. in one particular date, that man had written one thing. ഒരു പ്രത്യേക ദിവസത്തിൽ താൻ ഒരു കാര്യം എഴുതിയിരുന്നു. Last night I slept without thinking of Jesus as my last thought. കഴിഞ്ഞ രാത്രി ഞാൻ ഉറങ്ങിയപ്പോൾ എന്റെ അവസാന ചിന്തയായി യേശുവിനെ കുറിച്ച് ചിന്തിക്കാതെയാണ് ഞാൻ കിടന്നുറങ്ങിയത്. In other words, all the other days he thought of Jesus. Only that day he's written in his diary. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തന്റെ ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളിലും യേശുവിനെ കുറിച്ച് താൻ ചിന്തിച്ചു. അതില്ലാത്തൊരു ദിവസമാണ് താൻ അപ്രകാരം എഴുതിയത്. If we have a diary, we'll have to be writing that every day, isn't it? നമുക്കൊരു ഡയറി ഉണ്ടെങ്കിൽ ഓരോ ദിവസവും അങ്ങനെ എഴുതി വെക്കണം, അല്ലേ? How is our relationship with Jesus? എങ്ങനെയാണ് യേശുവിനോടുള്ള നമ്മുടെ ബന്ധം? Let's ask ourselves, what's the first thought we get when we get up in the morning? അതിരാവിലെ നാം ഉണരുമ്പോൾ ആദ്യം നമ്മുടെ ചിന്തയിൽ വരുന്ന ചിന്ത എന്താണ് എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കുക. Should it not be Jesus? അത് യേശുവാണോ? Should it not be Jesus? അത് യേശു ആയിക്കൂടാതോ? It should be the first. He should be, because he is our bridegroom. He's the author of our faith, our savior, the end of our faith. And he's everything for us. And he should be the first thought, the last thought, every thought he should be. യേശുവാണ് നമുക്കെല്ലാം ആയിരിക്കുന്നത്. അവൻ നമ്മുടെ മണവാളനാണ്. അവൻ നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. അവൻ എല്ലാറ്റിനും എല്ലാമാണ്. അപ്പോൾ നമ്മുടെ ചിന്ത ആദ്യവും അവസാനവും എല്ലാം യേശുവായിരിക്കണം. So let's keep our helmets on. അതുകൊണ്ട് നമ്മുടെ ശിരസ്ത്രം നമുക്ക് സൂക്ഷിക്കാം. I met
Air Force, a boy, a young man who was working in the Air Force. എയർഫോഴ്സിൽ ജോലി ചെയ്യുന്നതായ ഒരു യൗവനക്കാരനെ ഞാൻ ഒരിക്കൽ കാണുവാനിടയായി. Now he is in the ministry. താനിപ്പോൾ ശുശ്രൂഷയിലാണ്. So he was speaking about the disciplines of the army. താന് പട്ടാളത്തിന്റെ ചട്ടങ്ങളെ കുറിച്ച് പറയുകയായിരുന്നു. So he used to say there were times when they used to go to the camps. Any time of the day or any time of the night, a siren would sound. താൻ ഇപ്രകാരമാണ് പറഞ്ഞത്, രാത്രിയിലോ പകലോ ഏതു നേരത്തും അവർ ക്യാമ്പിലായിരിക്കുമ്പോൾ ഒരു സൈറൻ കേട്ടേക്കാം. When the siren sounds, in 2 minutes they should be in a particular spot, the whole army. ആ പട്ടാളക്കാർ മുഴുവനും ആ സൈറൻ കേട്ട് കഴിഞ്ഞാൽ 2 മിനിറ്റിനുള്ളിൽ ഒരു പ്രത്യേക സ്ഥാനത്ത് എത്തിച്ചേരണം. It may be they are brushing their teeth in the morning, ഒരുപക്ഷെ രാവിലെ പല്ല് തേക്കുകയായിരിക്കാം, or it may be they are sleeping in the night. ഒരുപക്ഷെ രാത്രിയിൽ കിടന്നുറങ്ങുകയായിരിക്കാം. 2 minutes they have to be there. 2 മിനിറ്റ് കൊണ്ട് അവിടെ എത്തണം. So if they are brushing their teeth, they can't even wash or gargle their mouth. They have to spit the toothpaste, throw the brush and run. ഒരുപക്ഷെ അവർ പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വാ കഴുകി കുലുക്കിലിഞ്ഞ് തുപ്പുവാനുള്ള സമയം പോലുമില്ല. അവർക്ക് ആ പേസ്റ്റ് തുപ്പിക്കളഞ്ഞിട്ട് ഓടിപ്പോകാനുള്ള സമയമേ ഉള്ളൂ. So then I asked him, in the night at 1:30 in the night when you are sleeping, if the siren rings, won't it take 2 minutes at least to tie your shoes? ഞാൻ തന്നോട് ചോദിച്ചു, രാത്രി 1:30 നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സൈറൻ കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഷൂ എടുത്ത് കെട്ടുവാൻ കുറഞ്ഞത് 2 മിനിറ്റ് എടുക്കുകയില്ല എന്ന്. He said, we sleep with our shoes. താൻ പറഞ്ഞു, ഞങ്ങൾ ഉറങ്ങുന്നതും ഷൂ ധരിച്ചുകൊണ്ടാണ്. In the same way, we have to have our helmet on all the time. അതേപോലെ നമ്മുടെ ശിരസ്ത്രവും എല്ലായ്പ്പോഴും തലയിൽ ഉണ്ടായിരിക്കണം. The next piece of armor is the sword. സർവായുധവർഗത്തിൽ അടുത്ത ആയുധം വാളാണ്. So this sword is very important as part of the spiritual attire of the army of God. ദൈവസൈന്യത്തിന്റെ ആ ആത്മീകമായിട്ടുള്ള ആക്രമണത്തിന് ഈ വാൾ വളരെ ആവശ്യമായിരിക്കുന്നു. Now it's very often we know to pray, but we don't know how to use the sword. പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കുവാൻ അറിയാം, എന്നാൽ ഈ വാൾ ഉപയോഗിക്കുവാൻ നമുക്ക് അറിയുകയില്ല. This sword is the word of God. ഈ വാൾ എന്നുള്ളത് ദൈവവചനമാണ്. But we pray when the enemy comes, but we don't use the word of God against the enemy. നാം ശത്രു വരുമ്പോൾ നാം പ്രാർത്ഥിക്കാറുണ്ട്, എന്നാൽ ദൈവവചനം അവന് വിരോധമായി ഉപയോഗിക്കാറില്ല. Sometimes when people are going through problems, when believers come and say, please pray for me, I've been praying for many days, nothing is happening. I ask them, you prayed, did you rebuke the devil? ചിലപ്പോൾ വിശ്വാസികൾ അവരുടെ പ്രശ്നങ്ങളുമായി കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടാറുണ്ട്. എനിക്കിന്ന പ്രശ്നമുണ്ട്, അനേക ദിവസങ്ങളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഇത്ര ദിവസം പ്രാർത്ഥിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കും, എന്നാൽ ദൈവത്തിന്റെ വചനം നിങ്ങൾ ഉപയോഗിച്ചോ? Did you use the word of God and rebuke the devil? നിങ്ങൾ ദൈവവചനം ഉപയോഗിച്ച് പിശാചിനെ ശാസിച്ചുവോ? That they have failed to do. അത് ചെയ്യുവാൻ അവർ പരാജയപ്പെടുന്നു. So quite often we say, Lord, help me, protect me, save me, but we forget that we already have a sword in our hearts, in our hands to strike at the enemy. പലപ്പോഴും നാം കർത്താവേ എന്നെ രക്ഷിക്കണമേ, സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ നമുക്ക് ശത്രുവിനെതിരെ ഉപയോഗിക്കേണ്ടതിന് നമ്മുടെ കരങ്ങളിൽ ഒരു വാളുണ്ട് എന്നുള്ള കാര്യം നാം പലപ്പോഴും മറന്നുപോകുന്നു. Now read that verse in Ephesians chapter 6 verse 17. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ വായിക്കാം. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. And take the helmet of salvation and the sword of the Spirit, which is the word of God. Now, although the sword is called the word of God, you and I must realize it's not your sword or my sword, it's the Spirit's sword. അവിടെ വാള് ദൈവവചനമാണ് എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിൽ തന്നെയും ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്, അത് എന്റെയോ നിങ്ങളുടേതോ വാളല്ല, അത് ആത്മാവിന്റെ വാളാണ്. So it's the Spirit's sword that is given in our hands, so you have to use it by the guidance of the Spirit. അത് ആത്മാവിന്റെ വാളാണ് നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുന്നത്, നാം അത് ആത്മാവിന്റെ നടത്തിപ്പിനനുസരിച്ച് വേണം ഉപയോഗിക്കുവാൻ. So in the warfare, when we fight against the adversary, it's not just bringing into memory any verse that we know from the Bible and quoting against the adversary. It's a word which the Spirit will put into our hearts, which we have to use against the adversary. നാം ശത്രുവിനെതിരെ പോരാടുമ്പോൾ നാം വേദപുസ്തകം വായിച്ചിരിക്കുന്ന നിമിത്തം നമുക്ക് ഓർമ്മ വരുന്ന ഏതെങ്കിലും ഒരു വാക്യമെടുത്ത് ശത്രുവിനെതിരെ പ്രയോഗിക്കുക എന്നുള്ളതല്ല, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്ന അതേ വചനമാണ് ശത്രുവിന് വിരോധമായി ഉപയോഗിക്കേണ്ടത്. That's called the sword of the Spirit, and that word will slay the enemy. അതാണ്
ആത്മാവിന്റെ വാളെന്ന് പറഞ്ഞിരിക്കുന്നത് ആ വാക്ക് ശത്രുവിനെ ഛേദിച്ചു കളയും. They overcame him by the blood of the lamb and by the word of their testimony. അവർ കുഞ്ഞാടിന്റെ രക്തത്താലും അവരുടെ സാക്ഷ്യവചനത്താലും അവനെ ജയിച്ചു. When Jesus faced 3 temptations, യേശു 3 പരീക്ഷ നേരിട്ടപ്പോൾ every time he used the word. ഓരോ പ്രാവശ്യവും അവൻ വചനമാണ് പറഞ്ഞത്. It is written, it is written, it is written. താൻ പറഞ്ഞത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഇപ്രകാരം എഴുതിയിരിക്കുന്നു എന്ന്. So that's how we have to use the word against the adversary. അങ്ങനെയാണ് നാം ശത്രുവിനെതിരെ നാം ദൈവവചനം ഉപയോഗിക്കേണ്ടത്. Many times in our conflicts we don't do that. പലപ്പോഴും നമ്മുടെ പോരാട്ടത്തിൽ നാം അത് ചെയ്യാറില്ല. If we are invited to go to a place, we should not go. നാം ഒരു സ്ഥലത്ത് പോകുവാൻ നമ്മെ ക്ഷണിക്കുന്നുവെങ്കിൽ നാം പോകരുത്. Supposing our friends are calling us to a party or to a movie. നമ്മുടെ കൂട്ടുകാർ നമ്മെ ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്കോ നമ്മെ വിളിക്കുന്നുവെങ്കിൽ, or maybe there is a commitment for us to go to have a drink, have some liquor with someone. മറ്റ് ആരോടെങ്കിലും ചേർന്ന് അല്പം മദ്യപിക്കുവാൻ നാം ഏറ്റുപോയി എന്ന് കരുതുക. So when that invitation comes, അങ്ങനെയുള്ള ഒരു ക്ഷണം നമുക്ക് വരുമ്പോൾ, very often what's our answer to such people? പെട്ടെന്ന് നാം അവരോട് പറയാറുള്ള ഉത്തരം എന്താണ്? Young people will say, my mummy and daddy won't allow me, or they will say my pastor won't allow me. Believers will say our church, we don't go to such things, and so on. സാധാരണ യൗവനക്കാർ പറയാറുണ്ട്, എന്റെ പപ്പായും മമ്മിയും എന്നെ അതിന് അനുവദിക്കുകയില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ പാസ്റ്റർ അതിന് സമ്മതിക്കുകയില്ല. വിശ്വാസികൾ പറയാറുണ്ട്, ഞങ്ങളുടെ സഭ അതിന് അനുവദിക്കുകയില്ല എന്നൊക്കെ. But that's not the answer. എന്നാൽ അതല്ല അതിന്റെ ഉത്തരം. The answer is the word of God does not permit me. ദൈവത്തിന്റെ വചനം എന്നെ അനുവദിക്കുന്നില്ല എന്നാണ് ഉത്തരം. My lifestyle is according to the word of God, and the word of God tells me not to live by these things, so I will not come. എന്റെ ജീവിത രീതി ദൈവവചനത്തിന് അനുസൃതമാണ്. അത് ആ ദൈവവചനം ഈ കാര്യങ്ങൾ ചെയ്യുവാൻ എന്നെ അനുവദിക്കുന്നില്ല. So when you say mommy and daddy are not allowing me, pastor is not allowing me, in my church they won't allow me, it means I want to go but they are not allowing me. എന്റെ മാതാപിതാക്കൾ എന്നെ അനുവദിക്കുന്നില്ല, പാസ്റ്റർ അനുവദിക്കുന്നില്ല, സഭ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എനിക്ക് പോകുവാൻ ആഗ്രഹമുണ്ട്, എന്നാൽ അവർ അനുവദിക്കുന്നില്ല. That's the answer when we use the word of God should come in definite terms. നാം ദൈവത്തിന്റെ വചനം ഉപയോഗിക്കുമ്പോൾ അത് വ്യക്തതയോടെ ആയിരിക്കണം. When the serpent was speaking to Eve, ഹവ്വായോട് സർപ്പം സംസാരിച്ചപ്പോൾ, the tone in which she spoke was inviting another answer from the serpent. താൻ സംസാരിച്ച രീതി എന്നുള്ളത് പാമ്പിൽ നിന്ന് മറ്റൊരു ഉത്തരം പ്രതീക്ഷിക്കുന്ന രീതിയിലായിരുന്നു. When the serpent told her, you see how sweet that fruit is. ആ ഫലം എത്ര മാധുര്യമേറിയത് എന്ന് സർപ്പം പറഞ്ഞപ്പോൾ, then she said, yeah, but the Lord has told us that we should not even touch it, and we will die if we eat, In other words, I'm little attracted, but God has told me not to do it, എന്നാൽ ഹവ്വ പറഞ്ഞത്, അതെ, പക്ഷേ ദൈവം അത് ഭക്ഷിക്കരുത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, എനിക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ദൈവം അനുവദിച്ചിട്ടില്ല. That's when the serpent said something else and attracted her even more. അപ്പോഴാണ് പാമ്പ് മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞ് തന്നെ വീണ്ടും ആകർഷിച്ചത്. What should she have done? താൻ എന്തായിരിക്കണം ചെയ്തിരിക്കേണ്ടത്? God has told me not to eat this fruit. He has told me the day I eat it, I will die. So I will not eat it. And she should have walked out of that place. ദൈവം എന്നോട് ഇത് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം പറഞ്ഞിരിക്കുന്നത് ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നാണ്. അതുകൊണ്ട് എനിക്കിത് ഭക്ഷിക്കേണ്ട എന്ന് പറഞ്ഞ് താൻ അവിടെ വിട്ട് പുറത്തു പോകണമായിരുന്നു. With that statement, she should have ended the conversation and walked out of that scene. ആ പ്രസ്താവനയോടുകൂടി താൻ ആ സംസാരം അവസാനിച്ച് ആ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടു പോകണമായിരുന്നു. So we should use the word of God as a sword. നാം ദൈവത്തിന്റെ വചനം ഒരു വാള് പോലെ ഉപയോഗിക്കണം. There was a pastor. ഒരിക്കൽ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. Once he was asked to drive out a demon from a particular woman. ഒരു സ്ത്രീയിൽ നിന്ന് ഒരു പിശാചിനെ പുറത്താക്കുവാൻ ഒരിക്കൽ തന്നോട് ആവശ്യപ്പെട്ടു. So when he stepped into that house, that woman was standing in a corner. താൻ ആ ഭവനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ സ്ത്രീ ഒരു മൂലയ്ക്ക് പോയി നിൽക്കുകയായിരുന്നു. And the demon from her told that pastor, you take one more step forward, I'll bring out all the secret sins in your life and I'll make you ashamed in public. അപ്പോൾ ആ പിശാച് തന്നിലുള്ള പിശാച് പ്രകാരം പറഞ്ഞു, നീ ഒരടി കൂടി മുമ്പോട്ട് വെച്ചാൽ നിന്നിലുള്ള എല്ലാ രഹസ്യ പാപങ്ങളും വിളിച്ചു പറഞ്ഞ് നിന്നെ ഞാൻ നാണം കെടുത്തും.
one moment that pastor stood there, he couldn't take a step forward because we all have weaknesses, isn't it? We're not perfect. ഒരു നിമിഷം പാസ്റ്ററിന് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല. കാരണം നാം ആരും പൂർണ്ണരല്ലല്ലോ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബലഹീനതകളുണ്ടല്ലോ. Suddenly the word of God came. പെട്ടെന്ന് ദൈവവചനം വന്നു. Immediately he used it against the adversary. പെട്ടെന്ന് താനത് ശത്രുവിനെതിരെ പ്രയോഗിച്ചു. Who shall lay anything to the charge of God's elect? ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചാർത്തും? It is Christ that died. യേശുവാണ് മരിച്ചത്. It is God that justifieth. ദൈവമാണ് നീതീകരിക്കുന്നത്. With that boldness he stepped forward and she fell back. ആ ധൈര്യത്തോടെ താൻ മുമ്പോട്ട് ചുവട് വെച്ചു. ആ സ്ത്രീ വീഴുകയും ചെയ്തു. That's how we use the sword of the spirit. അങ്ങനെയാണ് ആത്മാവിന്റെ വാള് നാം ഉപയോഗിക്കേണ്ടത്. So in every battle we must learn to use the sword against the enemy. അതുകൊണ്ട് ഓരോ യുദ്ധത്തിലും ശത്രുവിന് വിരോധമായി ഈ വാൾ ഉപയോഗിക്കുവാൻ നാം പഠിക്കണം. Now we go to the next weapon. നാം അടുത്ത ആയുധത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. Before going to the next weapon, we have to look at one weapon of the adversary mentioned in that passage. നാം അടുത്ത ആയുധത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പായി ശത്രുവിന്റെ ഒരു ആയുധത്തെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നാം ശ്രദ്ധിക്കണം. Read that verse please in Ephesians chapter 6 and read verse 16. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കാം. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പിൻ. Above all, taking the shield of faith, wherewith ye shall be able to quench all the fiery darts of the wicked. Here we read of the fiery darts of the wicked. ഇവിടെ ദുഷ്ടന്റെ തീയമ്പുകളെ കുറിച്ച് നാം കാണുന്നു. Here we see a fiery dart. ഇവിടെ ഒരു തീയമ്പ് നമുക്ക് കാണാം. Now there are in the Roman army they would use two kinds of fiery darts. റോമ സൈന്യത്തിൽ രണ്ട് വിധത്തിലുള്ള തീയമ്പുകൾ അവർ ഉപയോഗിക്കുമായിരുന്നു. One is as shown in this picture. They will set fire to a ball of wool or cloth and then at the arrow's tip and send that arrow as it is burning. ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ അമ്പിന്റെ അറ്റത്ത് തുണിയോ വല്ലതും ചുറ്റിയിട്ട് അതിന് തീ കൊളുത്തിയിട്ട് ആ അമ്പ് ശത്രുവിന് നേരെ അയക്കുമായിരുന്നു. The other is they will place some combustible substance at the arrow's tip so that when it goes and touches the shield of the adversary it lights up. മറ്റൊരു വിധത്തിൽ പറഞ്ഞാല് അവര് അമ്പിന്റെ അറ്റത്ത് പെട്ടെന്ന് തീ പിടിക്കുന്ന ചില വസ്തുക്കൾ വെക്കും. ഈ അമ്പ് അയച്ചിട്ട് അത് ശത്രുവിന്റെ പരിചയം ചെന്ന് തൊടുമ്പോൾ പെട്ടെന്ന് അത് തീ പിടിക്കും. So what's the cause? എന്താണ് അതിന് കാരണം? The shield that the army uses is made of plywood. ഈ ശത്രു ഉപയോഗിക്കുന്ന the army ആ സൈന്യം ഉപയോഗിക്കുന്ന പരിചയം എന്നുള്ളത് അത് പ്ലൈവുഡ് കൊണ്ടുള്ളതായിരുന്നു. So when fire touches plywood it will burn. തീ ചെന്ന് പ്ലൈവുഡിൽ തൊടുമ്പോൾ അത് കത്തിപ്പോകും. So because of that they send these fiery darts. അതുകൊണ്ടാണ് അവർ ഇപ്രകാരമുള്ള തീയമ്പുകൾ ഉപയോഗിച്ചിരുന്നത്. Spiritually speaking, what are these fiery darts? ആത്മീകമായി പറഞ്ഞാൽ എന്താണ് ഈ തീയമ്പുകൾ? They are fear, discouragement, despair, hopelessness, worries that the adversary brings against the children of God. ദൈവമക്കൾക്ക് വിരോധമായ ശത്രു കൊണ്ടുവരുന്ന ഭയം, നിരാശ, പ്രത്യാശയില്ലാത്ത അനുഭവം, അധൈര്യപ്പെടുന്ന അനുഭവം, ഇവയൊക്കെയാണത്. Now it's called the fiery darts of the wicked. ഇത് ദുഷ്ടന്റെ തീയമ്പുകൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. Why is it called fiery darts of the wicked? എന്തുകൊണ്ടാണ് ദുഷ്ടന്റെ തീയമ്പുകൾ എന്ന് എഴുതിയിരിക്കുന്നത്? When you are sad, the enemy is happy. കാരണം നിങ്ങൾ ദുഃഖിക്കുമ്പോൾ ശത്രുവിന് സന്തോഷമാണ്. When you cry, he laughs. നിങ്ങൾ കരയുമ്പോൾ അവൻ ചിരിക്കും. When you are afraid, he is bold. നിങ്ങൾ ഭയപ്പെടുമ്പോൾ അവന് ധൈര്യമാണ്. That's why he is called a wicked one. അതുകൊണ്ടാണ് അവനെ ദുഷ്ടനെന്ന് വിളിച്ചിരിക്കുന്നത്. So when someone dies in your house, when you go into backsliding, when you are worried, when you are scared, that's when he is encouraged. നിങ്ങളുടെ ഭവനത്തിൽ ആരെങ്കിലും മരിക്കുമ്പോൾ, ആരെങ്കിലും പിന്മാറ്റത്തിലേക്കൊക്കെ പോകുമ്പോൾ ആ സമയത്താണ് അവൻ ധൈര്യപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ അധൈര്യപ്പെടുന്ന സാഹചര്യം. But in the battles of the Old Testament, എന്നാൽ പഴയ നിയമകാലത്തുള്ള യുദ്ധങ്ങളിൽ one of the commandments that God gave the warriors was don't be afraid. ദൈവം ആ പടയാളികൾക്ക് നൽകിയിരുന്ന കൽപ്പനകളിൽ ഒന്ന് ഭയപ്പെടരുത് എന്നായിരുന്നു. And for that we need faith. അതിന് വിശ്വാസം ആവശ്യമാണ്. That's why it's called the shield of faith. അതുകൊണ്ടാണ് വിശ്വാസം എന്ന പരിച എഴുതിയിരിക്കുന്നത്. Here you see two shields. ഇവിടെ രണ്ട് പരിചകൾ നിങ്ങൾക്ക് കാണാം. But these two shields are not shields used for warfare. ഈ രണ്ട് പരിചകൾ യുദ്ധത്തിന് ഉപയോഗിക്കുന്നവയല്ല.
shields for warfare are different. യുദ്ധത്തിന് ഉപയോഗിക്കുന്ന പരിചകൾ വ്യത്യസ്തതയുള്ളതാണ്. Now today's Republic Day. ഇന്ന് റിപ്പബ്ലിക് ദിനമാണല്ലോ. There will be parades in different places. വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് പരേഡുകൾ നടത്തപ്പെടും. Where the army displays all its greatness. ആ സൈന്യം അതിന്റെ ആ വലിപ്പമെല്ലാം ഇന്ന് പ്രദർശിപ്പിക്കുന്ന ദിവസമാണ്. Even in the early days, in the ancient times, when the armies and the soldiers and the horsemen would go in a parade through the country to display their glamour and their greatness and their glory, then they would take these decorative shields with them. പഴയ നിയമകാലത്തും ആദിമ നൂറ്റാണ്ടുകളിലുമൊക്കെ സൈന്യവും പടയാളികളും കുതിരപ്പടയാളികളുമൊക്കെ അവരുടെ മഹത്വം പ്രദർശിപ്പിക്കേണ്ടതിന് അവർ പരേഡുകൾ പോലെ നടന്നു പോകുന്ന സാഹചര്യത്തിൽ അപ്പോഴാണ് ഇപ്രകാരം അലങ്കരിച്ചിട്ടുള്ള പരിചകൾ അവർ ഉപയോഗിച്ചിരുന്നത്. So these shields of faith, but these particular shields which they use for parades are not used in the battle. ഈ പരിചകൾ അത് പരേഡിന് ഉപയോഗിച്ചിരുന്നതാണ്, എന്നാൽ അത് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്നില്ല. The shields that are used for battle are huge shields almost going up to their own height. യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന പരിചകൾ എന്ന് പറയുന്നത് വലിപ്പമുള്ള പരിചകളായിരുന്നു. ഏകദേശം അവരുടെ അത്രയും തന്നെ അതിന് പൊക്കമുണ്ടായിരുന്നു. They are rectangular shaped so that they can hide behind them and duck when the enemy throws his darts. അതിന് ദീർഘചതുരാകൃതി ആയിരുന്നു. ശത്രു തന്റെ ആയുധങ്ങൾ അമ്പുകൾ അയക്കുമ്പോൾ അവർക്ക് അതിന് പുറകിൽ കുനിഞ്ഞ് അതിനെ ഒഴിവാക്കാമായിരുന്നു. Not only that, അത് മാത്രമല്ല those shields are curved. ആ പരിചകൾ വളഞ്ഞാണ് ഇരുന്നത്. So that when those arrows come, they slide off and go away instead of getting embedded. ആ ശത്രു അമ്പയക്കുമ്പോൾ അമ്പതിന്റെ ഉള്ളിൽ തറഞ്ഞു കയറുന്നതിന് പകരമായി അതിൽ കൊണ്ട് വളഞ്ഞു പോകുമായിരുന്നു. Not only that, അത് മാത്രമല്ല, it's not just plywood. They cover the front portion of their shields with layers of skin, animal skin. അത് പ്ലൈവുഡ് കൊണ്ട് മാത്രമായിരുന്നില്ല അവരുടെ പരിചയം ഉണ്ടാക്കിയിരുന്നത്. അതിന്റെ പുറമെ അവർ മൃഗങ്ങളുടെ തോലുകൊണ്ട് അതിനെ കവർ ചെയ്തിരുന്നു. And what do? അവരെന്താണ് ചെയ്തിരുന്നത്? Before they go to fight, അവർ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് they will take their shields and dip it in a river and come out. അവര് ആ പരിചകൾ കൊണ്ടുപോയി ഒരു പുഴയിൽ മുക്കിയിട്ട് കൊണ്ടുവരും. Why? എന്തുകൊണ്ട്? When the fiery dart comes, it gets quenched. തീയമ്പുകൾ വരുമ്പോൾ അത് കെട്ടുപോകും. It hits the water and gets burnt out. അത് വെള്ളത്തിൽ വന്ന് തട്ടിയിട്ട് അത് കെട്ടുപോകുവാനിടയാകും. So this is called the shield of faith. ഇതാണ് വിശ്വാസത്തിന്റെ പരിചയം എന്ന് പറയുന്നത്. Now, so we need the shield of faith above all to quench the fiery darts of the devil. ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തേണ്ടതിന് നമുക്ക് എല്ലാറ്റിനും മീതെ വിശ്വാസം എന്ന പരിച വേണം. Sometimes when we see big enemies, ചിലപ്പോൾ നാം വലിയ ശത്രുക്കളെ കാണുമ്പോൾ we get very scared. നാം വളരെ ഭയപ്പെടാറുണ്ട്. But that's why God, knowing that when the Israelites look at the bigger armies and look at their horses and chariots, they will get scared. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനം അവരുടെ ശത്രുക്കളെ നോക്കുമ്പോൾ അവരുടെ കുതിരകളും രഥങ്ങളും ഒക്കെ കാണുമ്പോൾ അവർ ഭയപ്പെടുമായിരുന്നു. That's why read Deuteronomy 20 and verse 1. അതുകൊണ്ട് ആവർത്തന പുസ്തകം 21 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. When thou goest out to the battle against thine enemies, and seest horses and chariots, and a people more than thou, be not afraid of them, for the Lord thy God is with thee, which brought thee up out of the land of Egypt. നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടിട്ട് കുതിരകളെയും രഥങ്ങളെയും നിന്നിൽ അധികം ജനത്തെയും കാണുമ്പോൾ പേടിക്കരുത്. മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെ ഉണ്ട്. So if you see that your enemy seems to be bigger than you, a giant or greater than you, if you think that enemies are doing witchcraft against you, the word of God says don't get scared. അതുകൊണ്ടാണ് നിങ്ങളുടെ ശത്രു നിങ്ങളെക്കാൾ വലിപ്പമേറിയവരും എണ്ണത്തിൽ കൂടുതലുമായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ശത്രു നിങ്ങൾക്കെതിരെ മന്ത്രവാദം ചെയ്യുമ്പോൾ നിങ്ങൾ അത് കണ്ട് ഭയപ്പെടരുത് എന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നത്. There is no demon, there is no adversary that's bigger than our God. നമ്മുടെ ദൈവത്തെക്കാൾ വലിയ യാതൊരു പിശാചോ യാതൊരു ശത്രുവോ ഇല്ല. So when the children of God went to battle at any time, ദൈവമക്കൾ യുദ്ധത്തിന് വേണ്ടി കടന്നു പോകുന്ന ഏത് സമയത്തും of one of the instructions that the leaders would give, the priest also had some time to speak to the battle, to the warriors. നേതാക്കന്മാർ അവരുടെ ആ ജനത്തോട് പടയാളികളോട് സംസാരിക്കുമായിരുന്നു. ചിലപ്പോൾ പുരോഹിതന്മാരും ഇവരോട് സംസാരിക്കുമായിരുന്നു. In every battle
the priest would be given some time to speak. ഓരോ യുദ്ധത്തിലും പുരോഹിതന് അല്പനേരം ഇവരോട് സംസാരിക്കുവാൻ ഇടം കൊടുക്കും. Read verses 2 and 3 of the same chapter. 2-3 വാക്യങ്ങൾ കൂടി വായിക്കാം. നിങ്ങൾ പടയേൽപ്പാൻ അടുക്കുമ്പോൾ പുരോഹിതൻ വന്ന് ജനത്തോട് സംസാരിച്ചു, ഇസ്രായേലേ കേൾക്ക, നിങ്ങൾ ഇന്ന് ശത്രുക്കളോട് പടയേൽപ്പാൻ അടുക്കുന്നു. അധൈര്യപ്പെടരുത്, പേടിക്കരുത്, നടുങ്ങിപ്പോകരുത്, അവരെ കണ്ട് ഭ്രമിക്കുകയുമരുത്. And it shall be when ye are come nigh unto the battle, that the priest shall approach and speak unto the people, and shall say unto them, Hear, O Israel, ye approach this day unto the battle against your enemies. Let not your hearts faint, fear not, and do not trouble, neither be ye terrified because of them. So before the Israelites went to battle, the priest would give them words of encouragement to make them bold and then send them to the battle. ഇസ്രായേൽ ജനം യുദ്ധത്തിന് കടന്നു പോകുന്നതിന് മുമ്പായി പുരോഹിതൻ അവരോട് സംസാരിച്ച് അവരെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞ് അവരെ യുദ്ധത്തിന് അയക്കുമായിരുന്നു. And after encouraging them, if they are still afraid, the Bible says they should not go to battle, they should go home. വേദപുസ്തകം പറയുന്നത് അവരെ ധൈര്യപ്പെടുത്തിയതിനു ശേഷവും അവർക്ക് ഭയമുണ്ടെങ്കിൽ അവർ യുദ്ധത്തിന് പോകരുത്, ഭവനത്തിലേക്ക് മടങ്ങിപ്പോകണമെന്നാണ്. Read verse 8. 8-ാം വാക്യം വായിക്കാം. പ്രമാണികൾ പിന്നെയും ജനത്തോട് പറയേണ്ടത്, ആർക്കെങ്കിലും ഭയവും അധൈര്യവും ഉണ്ടെങ്കിൽ അവൻ തന്റെ ഹൃദയം പോലെ സഹോദരന്റെ ഹൃദയവും ധൈര്യം കെടുത്താതിരിക്കേണ്ടതിന് വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. And the officers shall speak further unto the people, and they shall say, What man is there that is fearful and faint-hearted? Let him go and return unto his house, lest his brethren's heart faint as well as his heart. So what's the danger of putting a fearful person in an army? ഒരു സൈന്യത്തിൽ ഭയമുള്ള ഒരു മനുഷ്യനെ വെച്ചാൽ എന്താണ് അപകടം? When he gets afraid, he'll make others afraid also. താൻ ഭയപ്പെടുമ്പോൾ താൻ മറ്റുള്ളവരെ കൂടി ഭയപ്പെടുത്തും. Instead of screaming at the enemy and saying charge, he will say, hey, look at the enemy, look at the enemy, and all the others will get afraid and run. ശത്രുവിനെ നേരെ നോക്കി അവനെ നേരെ ആക്രമിക്കുക എന്ന് പറയുന്നതിന് പകരം ഇവൻ അവിടെ നിന്ന് അയ്യോ ശത്രുവിനെ നോക്കുക, അവനെ നോക്കുക എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഭയപ്പെടും. So that's why if a person is afraid, don't go and fight the battle, go home. അതുകൊണ്ടാണ് ആർക്കെങ്കിലും ഭയമുണ്ടെങ്കിൽ അവർ യുദ്ധം ചെയ്യരുത്, മടങ്ങി ഭവനത്തിൽ പോകണം. So to fight in our battles, we need what is called the shield of faith. നമ്മുടെ യുദ്ധങ്ങളിൽ നമുക്ക് പോരാടേണ്ടതിന് നമുക്ക് വിശ്വാസം എന്ന പരിച വേണം. Now read another verse. മറ്റൊരു വാക്യം കൂടി വായിക്കാം. Deuteronomy chapter 7. ആവർത്തന പുസ്തകം 7-ാം അധ്യായം verses 17 and 18. 17-18 വാക്യങ്ങൾ. ഈ ജാതികൾ എന്നേക്കാൾ പെരുപ്പമുള്ളവർ, അവരെ നീക്കിക്കളവാൻ എനിക്ക് എങ്ങനെ കഴിയും എന്ന് നീ നിന്റെ ഹൃദയത്തിൽ പറയുമായിരിക്കും. എന്നാൽ അവരെ ഭയപ്പെടരുത്. നിന്റെ ദൈവമായ യഹോവ ഫറവോനോടും എല്ലാ മിസ്രയീമ്യരോടും ചെയ്തതായി നിന്റെ കണ്ണാലെ കണ്ട വലിയ പരീക്ഷകളും അടയാളങ്ങളും അത്ഭുതങ്ങളും നിന്റെ ദൈവമായ യഹോവ നിന്നെ പുറപ്പെടുവിച്ച ബലമുള്ള കൈയും നീട്ടിയ ഭുജവും നീ നല്ലവണ്ണം ഓർക്കണം. If thou shalt say in thine heart, These nations are more than I, how can I dispossess them? Thou shalt not be afraid of them, but shalt well remember what the Lord thy God did unto Pharaoh and unto all Egypt. There are many things that I would like to say to you, but there's no time. നിങ്ങളോട് പറയുവാൻ എനിക്ക് പല കാര്യങ്ങളുണ്ട്, പക്ഷേ എല്ലാത്തിനും സമയമില്ല. So I would just like to stop with this. ഞാൻ ഇതുകൊണ്ട് അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. So when you look at the enemy, നിങ്ങൾ ശത്രുവിനെ നോക്കുമ്പോൾ, and if you feel they are too big for you, അവർ നിങ്ങളെക്കാൾ പെരുപ്പമുള്ളവരെന്ന് തോന്നുമ്പോൾ, then the Bible gives us an exhortation. ദൈവത്തിന്റെ വചനം നമുക്കൊരു ഉണർവ് നൽകുന്നുണ്ട്. How do we in our spiritual life think that the enemy is big? നമ്മുടെ ജീവിതത്തിൽ ശത്രു നമ്മേക്കാൾ വലിയവരാണെന്ന് നാം എപ്രകാരമാണ് ചിന്തിക്കുന്നത്? We don't see any literal enemy before us. The enemy is invisible. നമ്മുടെ മുമ്പാകെ അക്ഷരികമായി നാം യാതൊരു ശത്രുവിനെ കാണുന്നില്ല, അവൻ അദൃശ്യനാണല്ലോ. We are fighting with hidden enemies. നാം മറഞ്ഞിരിക്കുന്ന ഒരു ശത്രുവിനോടാണ് പോരാടുന്നത്. But when do we feel he is big? എപ്പോഴാണ് അവൻ വലിപ്പമുള്ളവനാണെന്ന് നമുക്ക് തോന്നുന്നത്? When we try to resist him and nothing happens. നാം അവനോട് എതിർത്ത് നിൽക്കുന്നു, എന്നാൽ ഒന്നും സംഭവിക്കുന്നില്ല. Others pray for us and still nothing happens. മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. 1 month, 2 months, 1 year, 2 years, 3 years, 4 years, 5 years have gone, nothing happens. ഒരു മാസം, 2 മാസം, 1 വർഷം, 2 വർഷം, 3 വർഷം, 5 വർഷം ഒന്നും സംഭവിക്കുന്നില്ല. Time is passing and the situation is getting worse and worse. സമയം കടന്നു പോകുമ്പോൾ സാഹചര്യം മോശമായിക്കൊണ്ടിരിക്കുന്നു. That's when you think this nation is stronger than I am. How shall I dispossess them? അപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, ഈ ജാതി എന്നേക്കാൾ പെരുപ്പമുള്ളവർ, ഞാൻ എപ്രകാരം അവയെ കൈവശമാക്കും? But that's when we should remember something. അപ്പോഴാണ് നാം ഒരു കാര്യം ഓർക്കേണ്ടത്.
remember what God has already done for you. ദൈവം നിനക്കായി ചെയ്തിരിക്കുന്നത് നീ ഓർക്കണം. Remember what God did to Pharaoh and to the Egyptians. ഫറവോനോടും മിസ്രയീമ്യരോടും ദൈവം ചെയ്തത് ഓർക്കണം. Remember the miracles and the wonders and the signs that he performed in your early days. നിങ്ങളുടെ ആദ്യ നാളുകളിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഓർക്കണം. Remember his mighty hand and his outstretched arm when he brought you out of Egypt. തന്റെ ബലമുള്ള ഭുജവും നീട്ടിയ കരവും നിങ്ങൾ ഓർക്കണം. When you remember that, you will get boldness. He who did it for me once will do it again for me. നിങ്ങൾ അത് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ധൈര്യം ലഭിക്കും. അന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചവൻ ഇന്നും എനിക്ക് വേണ്ടി അത് ചെയ്യും. So we as the priests of God, we are trying to tell you that you are an army of God. There might be fear inside you, but as the priests of God, we want to tell you, do not be afraid, do not be faint-hearted, neither be terrified about the enemies. നിങ്ങൾ ഒരു ദൈവത്തിന്റെ സൈന്യം എന്നുള്ള വിധത്തിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഭയം കണ്ടേക്കാം. എന്നാൽ ദൈവത്തിന്റെ പുരോഹിതന്മാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ശത്രുവിനെ കണ്ട് ഭയപ്പെടരുത്, അധൈര്യപ്പെടരുത്. Other people might make statements of fear that might instill fear in you. മറ്റുള്ളവർ ഒരുപക്ഷെ ഭയപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ ഭയം കുത്തിവെച്ചേക്കാം. But I want to tell you that the word of God is more powerful than all those statements. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന്റെ വചനം അതിനേക്കാൾ എല്ലാറ്റിനേക്കാളും ശക്തിയുള്ളതാണ്. So this is the time when we have to build up our faith and not listen to the words of men. നാം മനുഷ്യരുടെ ശബ്ദം ശ്രവിക്കാതെ ദൈവത്തിന്റെ വചനത്തിന് ഇടം കൊടുക്കേണ്ട നാളുകളാണിത്. Normally, what is the normal human being think? സാധാരണയായ ഒരു മനുഷ്യൻ എപ്രകാരമാണ് ചിന്തിക്കുന്നത്? If you are sick, നിങ്ങൾ രോഗികളാണെങ്കിൽ, it's the tendency of human being to believe a doctor's statement rather than the statement of a servant of God. സാധാരണ ഒരു മനുഷ്യന്റെ ചിന്താഗതി അനുസരിച്ച് ഒരു ദൈവപൈതലിന്റെ വാക്ക് വിശ്വസിക്കുന്നതിനേക്കാൾ ഉപരിയായി അവൻ ഒരു ഡോക്ടറുടെ വാക്കാണ് അധികമായി വിശ്വസിക്കുക. In the first century, when a group of prisoners were going in a ship guarded by a centurion, ആദിമ നൂറ്റാണ്ടിൽ ഒരു കൂട്ടം തടവ് പുള്ളികൾ ഒരു ശതാധിപന്റെ കീഴിൽ ഒരു കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ St. Paul was amongst the prisoners. വിശുദ്ധ പൗലോസ് തടവുകാരുടെ കൂടെ ഉണ്ടായിരുന്നു. The ship met with a storm. ഒരു കപ്പലിന് വിരോധമായ ഒരു കൊടുങ്കാറ്റടിച്ചു. Paul said, this ship is going to sink. പൗലോസ് പറഞ്ഞു, കപ്പല് മുങ്ങുവാൻ പോകുന്നു. The captain said, no, I've been here through this all the time, nothing's going to happen. ഉടനെ ആ കപ്പലിന്റെ ക്യാപ്റ്റൻ പറഞ്ഞത്, ഞാൻ അനേക വർഷങ്ങളായിട്ട് ഇതൊക്കെ കണ്ടതാണ്, കപ്പല് മുങ്ങുകയില്ല. And the centurion, the Bible says, the centurion listened to the captain rather than Paul. വേദപുസ്തകം പറയുന്നത്, ശതാധിപൻ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലുമിയുടെയും കപ്പലുടമസ്ഥന്റെയും വാക്ക് അധികം വിശ്വസിച്ചു. Why? എന്തുകൊണ്ട്? That's how human intelligence works. അങ്ങനെയാണ് മാനുഷിക ജ്ഞാനം പ്രവർത്തിക്കുന്നത്. The captain knows the ship, the captain knows the sea, the captain knows the weather, the captain is familiar with this area, with this route, so naturally he knows better than Paul. മാലുമിക്കല്ല കപ്പലുടമസ്ഥന് കപ്പലിനെ കുറിച്ച് അറിയാം, വെള്ളത്തെ കുറിച്ച് അറിയാം, അത് പോകുന്ന വഴിയെ കുറിച്ച് അറിയാം. പൗലോസ് അപ്പോസ്തലനേക്കാൾ കൂടുതൽ തനിക്ക് ഈ കാര്യങ്ങൾ അറിവുള്ളവനാണ്. So in the same way, അതേപോലെ തന്നെ if a servant of God speaks words of faith, ഒരു ദൈവ ശുശ്രൂഷകൻ വിശ്വാസത്തിന്റെ വാക്കുകൾ സംസാരിച്ചാൽ, all these words of faith, the shield of faith can catch fire. All that plywood will go helter skelter. You will be a man without a shield as these fiery darts come against you. After that, when people make statements against you, against your sickness. ഇങ്ങനെയുള്ള വിശ്വാസത്തിന്റെ വാക്കുകൾ നിങ്ങൾ ശ്രവിക്കുന്നെങ്കിൽ തന്നെയും നിങ്ങളുടെ രോഗത്തിന് വിരോധമായി മറ്റു മനുഷ്യർ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഈ വിശ്വാസം എന്നുള്ള പരിച അത് ശത്രുവിന്റെ ഈ തീയമ്പിൽ തട്ടി അത് തീ പിടിക്കുകയും ചിതറിപ്പോകുകയും ചെയ്യുവാൻ ഇടയായി തീരും. One day a small growth started coming from the inner part of my eye. ഒരു ദിവസം എന്റെ കണ്ണിന്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു മുഴ വളർന്നു വരുവാൻ തുടങ്ങി. And it became bigger and bigger and it came out of my eye and started covering my eyeball. അത് വലുതായി വന്ന് കണ്ണിന് പുറത്തേക്ക് വന്ന് കൺമണിയെ അത് മൂടുവാൻ തുടങ്ങി. So when I opened my eyes, I could see a disruption there. There was something there standing in the middle and hindering my sight. ഞാൻ എന്റെ കണ്ണ് തുറക്കുമ്പോൾ എന്റെ കണ്ണിന് മുമ്പിൽ ഒരു തടസ്സമുള്ളതായി, എന്റെ കാഴ്ച തടസ്സപ്പെടുത്തുന്നതായിട്ട് എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. One day I went to a house to visit a believer. ഒരു ദിവസം ഒരു വിശ്വാസിയെ സന്ദർശിക്കേണ്ടതിന് ഞാൻ ഒരു ഭവനത്തിൽ പോയി. Not a very good believer, but comes to church. ഒരു നല്ല വിശ്വാസിയല്ല, എന്നാൽ സഭയിൽ വരുന്നു. She was a nurse. താൻ ഒരു നേഴ്സ് ആയിരുന്നു. So when I sat there, suddenly she, brother, what's that in your eyes? ഞാൻ അവിടെ ചെന്ന ഉടനെ ചോദിച്ചു, സഹോദരാ, നിങ്ങളുടെ കണ്ണിൽ എന്താണ്? I said, something is growing out. ഞാൻ പറഞ്ഞു, എന്തോ വളർന്നു വരുന്നു.
Then she said, oh, you shouldn't leave it like this. ഉടനെ താൻ പറഞ്ഞു, അത് അങ്ങനെ വിടരുത്. Then I said, what should be done? ഞാൻ ചോദിച്ചു, അപ്പോൾ എന്ത് ചെയ്യണം? What you should have done beforehand itself. While it was small itself, you should have either scraped your hand and placed a warm hand on your eyes, or you should have taken some spit and put it on top of your eyes. It would have come off. Now that it is grown, it will become bigger and bigger and cover your eyes. നിങ്ങളത് എന്തെങ്കിലും ചെയ്യുമായിരുന്നെങ്കിൽ നേരത്തെ ചെയ്യണമായിരുന്നു. അത് വളർന്നു വരുന്നതിന് മുമ്പ് നിങ്ങളുടെ കൈ ചൂടാക്കി അതിന്റെ മുകളിൽ വെക്കുകയോ അല്ലെങ്കിൽ അല്പം തുപ്പൽ അതിന്മേൽ പുരട്ടുകയോ ചെയ്യുമ്പോൾ അതൊരുപക്ഷെ അത് അവിടെ നിന്ന് വിട്ടുവന്നേനെ. എന്നാൽ ഇപ്പോൾ അത് വലുതായിരിക്കുന്നുവല്ലോ. Then she said, there's one solution. എന്നിട്ട് താൻ അതിനൊരു പരിഹാരം കൂടി പറഞ്ഞു. She said, if you want, I'll come one day and I'll take a scissors and I'll cut it. താൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഞാൻ വന്ന് കത്രിക എടുത്ത് അത് മുറിച്ചു മാറ്റാം. My heart missed a beat at that time. ആ സമയത്ത് എൻ്റെ ഹൃദയം ഒരു നിമിഷം ഇടിക്കുവാൻ നിന്നുപോയി. Is that the only solution? Take a scissors and cut that. Won't it pain? Yes, it will pain. You have to take some ice and put it on your eyes and sit like that for 2 days. It will be okay. കത്രിക എടുത്ത് കണ്ടിക്കുക എന്നുള്ളതാണോ അതിനുള്ള ഏക പരിഹാര മാർഗം? അങ്ങനെ മുറിച്ചു കളയുമ്പോൾ വേദന എടുക്കുകയില്ല എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, അത് വേദനയൊക്കെ എടുക്കും, അത് സാരമില്ല, കുറച്ച് ഐസൊക്കെ എടുത്ത് വെച്ചിട്ട് 2 ദിവസം അങ്ങനെ ഇരുന്നാൽ മതി, അതങ്ങ് മാറിക്കോളുമെന്ന് പറഞ്ഞു. Then I went and prayed. ഞാൻ അതിനുശേഷം പോയി പ്രാർത്ഥിച്ചു. There was slight fear. The fiery darts of the enemy was there hitting my shield of faith. എനിക്ക് ചെറിയ ഭയം തോന്നി. ദുഷ്ടന്റെ തീയമ്പ് എന്റെ വിശ്വാസം എന്ന പരിചയം വന്ന് തട്ടുവാൻ തുടങ്ങി. I realized that the plywood was catching fire. ആ പ്ലൈവുഡിന് തീ പിടിക്കുന്നത് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. Then I sat in the presence of God. ഞാൻ അതിനുശേഷം ദൈവസന്നിധിയിലിരുന്നു. I realized I have to dip my shield in water. എനിക്ക് മനസ്സിലായി ഞാൻ എന്റെ പരിചയം എടുത്ത് വെള്ളത്തിൽ മുക്കണമെന്ന്. And then I started praying, and then God strengthened my faith. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എന്റെ വിശ്വാസത്തെ ബലപ്പെടുത്തി. After a few days, what happened was it became black. ചില ദിവസങ്ങൾക്ക് ശേഷം സംഭവിച്ചത് അവിടെ അത് that growth became black. ആ വളർന്നു വന്ന ആ മുഴ അത് കറുത്ത കളറിലായി തീർന്നു. It started bleeding. അതിൽ നിന്ന് രക്തം വരുവാൻ തുടങ്ങി. So while I would conduct Bible studies, I would have tissue paper in my pocket and I would be rubbing and removing all the blood every now and then. ഞാൻ വേദപാഠ ക്ലാസ്സുകളൊക്കെ നടത്തുമ്പോൾ എൻ്റെ പോക്കറ്റിൽ നിറയെ ടിഷ്യൂ പേപ്പറുകൾ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് വരുന്ന രക്തം ഞാൻ എപ്പോഴും തുടച്ച് ഒപ്പിയെടുത്തുകൊണ്ടിരിക്കും. And one day one phone call came. ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു. Brother, some people say it might be cancer also. സഹോദര, ചിലർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അത് ക്യാൻസർ ആണ് എന്നാണ്. This is another fiery dart. അത് മറ്റൊരു തീയമ്പാണ്. But then because I prayed, now I was strong. This time I didn't get afraid. എന്നാൽ ആ സമയം കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് കൊണ്ട് എനിക്ക് ധൈര്യമുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ ഭയപ്പെട്ടില്ല. So I kept exercising my faith and kept doing my ministries. ഞാൻ എൻ്റെ വിശ്വാസം അത് പരിശീലിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരുന്നു. You know what happened? എന്ത് സംഭവിച്ചെന്നറിയുമോ? This growth started getting smaller and smaller and went back inside my eyes. ഈ മുഴ അത് ചെറുതാകുവാൻ തുടങ്ങി. ചെറുതായി കണ്ണിന്റെ ഉള്ളിലേക്ക് പോയി. One day I was rubbing my eyes like this. It fell and came into my hands and I threw it away. That was the end of the sickness. ഒരു ദിവസം ഞാൻ എൻ്റെ കണ്ണ് ഇങ്ങനെ ചൊറിഞ്ഞ സമയത്ത് അതെന്റെ കയ്യിലേക്ക് വീണു. ഞാൻ അത് എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ എൻ്റെ രോഗവും പോയി. So we should not get afraid of the adversary. നാം ശത്രുവിനെ കണ്ട് ഭയപ്പെടരുത്. We are called to believe the word of God. നാം ദൈവവചനം വിശ്വസിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരാണ്. Is there anyone here who is sick? Put up your hands. ഇവിടെ രോഗികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കരമൊന്ന് ഉയർത്തിയാട്ടെ. Big sickness or small sickness or chronic sickness, put up your hands. വലുതോ ചെറുതോ മരണകരമായ ഏതോ രോഗമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ കരം ഉയർത്തിയാട്ടെ. We are going to do a practical exercise now. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു അനുഭവം ചെയ്യുവാൻ പോകുകയാണ്. If you are sick, remember you are in the middle of a battle. നിങ്ങൾ രോഗിയാണെങ്കിൽ മനസ്സിലാക്കണം, നിങ്ങൾ ഒരു പോർക്കളത്തിലാണ്. So you have an enemy. He's put that sickness in you. It's not the will of God that you be sick. ഒരു ശത്രുവാണ് നിങ്ങൾക്ക് ആ രോഗം കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ രോഗിയായിരിക്കുക എന്നുള്ളത് ദൈവഹിതമല്ല. And you'll have a lot of fiery darts thrown at you from the tongues of human beings. മനുഷ്യരുടെ നാവിൽ നിന്ന് നിങ്ങളുടെ നേരെ എറിയപ്പെട്ടിരിക്കുന്ന അനേക തീയമ്പുകളുമുണ്ട്. Brother, you're neglecting this for so long. സഹോദര, അനേക ദിവസങ്ങളായിട്ട് നിങ്ങൾ ഇതിനെ കരുതുന്നില്ലല്ലോ. Better have a checkup. പോയെന്ന് പരിശോധിച്ച് നോക്ക്. Just see what it is. Only then you will know your diet, isn't it? Put on your hands, please. എല്ലാവരും കരം താഴ്ത്തിയിടുക. നിങ്ങൾ പോയെന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ അറിയാമല്ലോ അതെന്താണെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭക്ഷണം ക്രമീകരിക്കാമല്ലോ. So then you go and have a checkup. അപ്പോൾ നിങ്ങൾ പോയി ഒരു പരിശോധന നടത്തും. The doctor says, why didn't you come before? ഡോക്ടർ ചോദിക്കും, എന്തുകൊണ്ട് നേരത്തെ വന്നില്ല? In 2 days you have to have an operation, others finished for you. 2 ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കഴിഞ്ഞു.
all your shield, the huge shield of faith, would catch fire immediately and burnt up to ashes that time itself. ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ വലിയ വിശ്വാസത്തിന്റെ പരിച തീ പിടിച്ച് ചാരമായി തീരും. Then you are a slave to whatever human beings says is it. So you give your body to the adversary. The temple of God is now being used by somebody else. നിങ്ങൾ മനുഷ്യരുടെ വാക്കുകൾ കേട്ട് അതിനടിമയായി തീർന്ന് ദൈവത്തിന്റെ ആലയമാകുന്ന നിങ്ങളുടെ ശരീരം മനുഷ്യർക്ക് കൊടുത്ത് അവർ അതിന്മേൽ എന്തൊക്കെയോ ചെയ്യുന്നു. And finally they say, please sign. If you die, I am not responsible. അവസാനം അവർ പറയുന്നു, നിങ്ങൾ ഞാൻ മരിച്ചാൽ ഇദ്ദേഹം ഉത്തരവാദിയല്ല എന്ന് നിങ്ങൾ ഒപ്പിട്ട് തരുവാൻ കൂടി പറയുന്നു. One day one of our believers was sick. ഒരിക്കൽ ഞങ്ങളുടെ ഒരു വിശ്വാസി രോഗിയായിരുന്നു. And he stood for divine healing. താൻ ദൈവിക രോഗശാന്തിക്ക് വേണ്ടി നിന്ന വ്യക്തിയാണ്. All the relatives opposed. What is this? തന്റെ ബന്ധുക്കൾ എല്ലാവരും എതിർത്ത്, എന്താണിത്? So they called a doctor. അവരൊരു ഡോക്ടറെ വിളിച്ചു. Doctor said, don't be foolish like this in this century. ഡോക്ടർ തന്നോട് പറഞ്ഞു, ഈ നൂറ്റാണ്ടിൽ ഇതുപോലെ വിഡ്ഢിയായിരിക്കരുത്. Then the believer asked him one question. അപ്പോൾ ആ വിശ്വാസി ആ ഡോക്ടറോട് ഒരു ചോദ്യം ചോദിച്ചു. Sir, I'll come to the hospital. സാർ, ഞാൻ ആശുപത്രിയിലേക്ക് വരാം. But will you guarantee my healing? എന്റെ സൗഖ്യം നിങ്ങൾക്ക് ഉറപ്പ് തരുവാൻ കഴിയുമോ? No, I can't guarantee your healing. ഓ, എനിക്ക് അങ്ങനെ ഉറപ്പൊന്നും തരാൻ കഴിയില്ല. I'm sorry, I can't come, sir. എങ്കിൽ എനിക്ക് വരുവാൻ കഴിയുകയില്ല. So that's all they can do. അതാണ് അവർക്ക് ചെയ്യുവാൻ കഴിയുന്നത്. With all their education, they can only try. അവരുടെ വിദ്യാഭ്യാസം എല്ലാം കൊണ്ട് അവർക്ക് പരിശ്രമിക്കാം. But you have a God who doesn't try, he can do. എന്നാൽ നിങ്ങൾക്കുള്ള ദൈവം അവൻ പരിശ്രമിക്കുകയല്ല, അവൻ ചെയ്യും. Today, if you believe, you can see the glory of God. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ കഴിയും. All those who will say, Jesus has never done any miracle in my life, I'll put up your hand. യേശു എന്റെ ജീവിതത്തിൽ ഇതുവരെ ഒരത്ഭുതം പോലും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്താമോ? Those who say Jesus has done at least one miracle in my life, put up your hand. യേശു കുറഞ്ഞത് ഒരു അത്ഭുതമെങ്കിലും എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നവരൊന്ന് കരമുയർത്താമോ? Hallelujah. ഹല്ലേലൂയ. Now what does the Bible say? എന്താണ് വേദപുസ്തകം പറയുന്നത്? When you go to fight against enemies that seem to be more powerful than you, നിങ്ങളെക്കാൾ ശക്തരെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ശത്രുവിനെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യുവാൻ പോകുമ്പോൾ, think back on those miracles. ആ അത്ഭുതങ്ങളെ നിങ്ങൾ ധ്യാനിക്കണം. Think back on what God has already done for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി നേരത്തെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓർക്കണം. Remember, your Redeemer has not grown old. ഓർക്കുക, നിങ്ങളുടെ രക്ഷകൻ, നിങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ അവന് പ്രായമായിട്ടില്ല. Your God is still powerful, the same yesterday, today and forever. നിങ്ങളുടെ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും ശക്തൻ തന്നെയാണ്. Your God's power is still the same. നിങ്ങളുടെ ദൈവത്തിന്റെ ശക്തി ഇന്നും മാറ്റമില്ലാത്തതാണ്. The God of the Israelites who redeemed them from Egypt is our God too. ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വീണ്ടെടുത്തവനായ ദൈവമാണ് നമ്മുടെയും ദൈവം. The God of the first century is the God of this century too. ആദ്യ നൂറ്റാണ്ടിലെ ദൈവം തന്നെയാണ് ഈ നൂറ്റാണ്ടിലെയും ദൈവം. If you believe this, നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുവെങ്കിൽ close your eyes. നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാം. Today we are going to exercise our faith. ഇന്ന് നമ്മുടെ വിശ്വാസം നാം പരിശീലിക്കുവാൻ പോകുകയാണ്. Think of all that Jesus has already done for you. യേശു നിങ്ങൾക്ക് വേണ്ടി ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. Did you not lift up your hands just now and say that Jesus has done miracles in your life? ഇപ്പോഴല്ലയോ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി യേശു നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറഞ്ഞത്? Now before we experience the power of God in our bodies, നമ്മുടെ ശരീരത്തിൽ ദൈവത്തിന്റെ ശക്തി നാം അനുഭവിക്കുന്നതിന് മുമ്പായി we are going to thank God for what he's already done for us. ദൈവം നമുക്ക് വേണ്ടി നേരത്തെ തന്നെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്കായി നാം അവന് നന്ദി പ്രകാശിപ്പിക്കുവാൻ We are പോകുകയാണ്. going to lift up our hands and offer our gratitude to God for what he's already done for us. ദൈവം നമുക്ക് വേണ്ടി ഇതുവരെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്കായി നാം കരമുയർത്തി അവന് നന്ദി ചെലുത്തുവാൻ പോകുന്നു. Let us lift up our hands നമ്മുടെ കരങ്ങളെ നമുക്ക് ഉയർത്താം. from the depth of our hearts. നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് Let's start giving God thanks for what he's done for us. ദൈവം നമുക്ക് വേണ്ടി ചെയ്തതിനു വേണ്ടി നാം അവനെ സ്തുതിക്കുവാൻ തുടങ്ങിയാട്ടെ. With a grateful God, say thank you for what he's already done for us. ദൈവം എനിക്ക് ചെയ്തു തന്ന ഇതുവരെ ചെയ്തതിനായി നന്ദിയോടെ സ്തോത്രം എന്ന് പറഞ്ഞോട്ടെ. Thank you, Jesus. Thank you, Lord. Thank you, Lord. Thank you, Jesus. Thank you, Savior. Thank you, Savior. Thank you, Lord. We thank you, Lord. We thank you, Jesus. We thank you, Jesus. Praise you, Lord. Thank you, Jesus. We praise, we praise, we praise, we praise, we praise you, Jesus. മനക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ മനക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ
തിരുക്കരം നീട്ടിയെടുത്തടച്ചു. ഭയപ്പെടേണ്ട എന്നുറച്ചവനെ തിരുക്കരം നീട്ടിയെടുത്തടച്ചു. ഭയപ്പെടേണ്ട എന്നുറച്ചവനെ. വാഴ്ത്തുമേ വാഴ്ത്തുമേ എന്റെ പ്രിയനെ, ജീവകാലമെല്ലാം ഈ ഒരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. 1 minute. ഒരു നിമിഷം. As we sing now, we are offering our gratitude to God. നാം ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ നന്ദി ദൈവത്തിന് പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. Lord, I remember those days of tension and sorrow and worry in the past. ആ മനക്ലേശ തരംഗങ്ങളുടെ ആ പഴയ നാളുകൾ ഞാൻ ഓർക്കുന്നു. But you stretched forth your hand and you saved me. എന്നാൽ നീ നിന്റെ കരം നീട്ടി എന്നെ വിടുവിച്ചു. And therefore I worship you, O God, for all that you've done for me. അതുകൊണ്ട് ദൈവമേ, നീ എനിക്ക് വേണ്ടി ചെയ്ത എല്ലാത്തിനുമായി ഞാൻ നിന്നെ ആരാധിക്കുന്നു, നിന്നെ വാഴ്ത്തുന്നു. Dear children of God, പ്രിയ ദൈവമക്കളെ, take up your shield of faith. ഇന്ന് വിശ്വാസത്തിന്റെ പരിച നിങ്ങൾ എടുക്കുക. Dip it in the water of the anointing. അത് അഭിഷേകം എന്നുള്ള ആ വെള്ളത്തിൽ മുക്കുക. And as you take it out, അത് നിങ്ങൾ പുറത്തെടുക്കുമ്പോൾ, when the fiery darts of the adversary come against you, ആ ശത്രുവിന്റെ തീയമ്പുകൾ നിങ്ങൾക്ക് നേരെ കടന്നു വരട്ടെ. that fiery dart is going to be put out. ഇന്ന് ആ തീയമ്പ് കെട്ടുപോകുവാൻ തുടങ്ങുകയാണ്. Whatever sickness you have, നിങ്ങളുടെ രോഗം എന്തുമായിക്കൊള്ളട്ടെ, if you believe, you will see the glory of God now. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. We are going to sing this song once again. നാം ഒരിക്കൽ കൂടി ആ പാട്ട് പാടുവാൻ പോകുന്നു. We have a powerful God with us. നമുക്ക് ശക്തനായ ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. Your God is not a doll. നമ്മുടെ ദൈവം ഒരു പാവയല്ല. Your God is not a human being. നിങ്ങളുടെ ദൈവം ഒരു മനുഷ്യനല്ല. He is the Almighty God. അവൻ ശക്തനായ ദൈവമാണ്. He is the Creator God. അവൻ സൃഷ്ടാവായ ദൈവമാണ്. Is there anything too hard for me? He asks. അവൻ ചോദിക്കുന്നത്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? Now we are all going to clap our hands and sing this song. നാം എല്ലാം ഇപ്പോൾ കരങ്ങളെ അടിച്ച പാട്ട് പാടണം. As we sing this song, ആ പാട്ട് നാം പാടുമ്പോൾ our powerful God is going to move in our midst. നമ്മുടെ ശക്തനായ ദൈവം നമ്മുടെ മധ്യേ പ്രവർത്തിക്കുവാൻ പോകുന്നു. In the name of Jesus, you are going to be healed. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യമാകുവാൻ പോകുന്നു. By the stripes of Jesus, you are going to be healed. യേശുവിന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾ സൗഖ്യമാകുവാൻ പോകുന്നു. Thus saith the Lord of hosts, fear not. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം പറയുന്നു, ഭയപ്പെടേണ്ട. Do not be afraid of your sickness. നിങ്ങളുടെ രോഗത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട. Do not be afraid of what doctors say. ഡോക്ടർ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട. I am the Lord that healeth thee. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. I will bless your bread and your water and take away sickness from your midst. ഞാൻ നിന്റെ അപ്പത്തെയും വീഞ്ഞിനെയും അനുഗ്രഹിച്ച് രോഗത്തെ നിന്റെ മധ്യേ നിന്ന് നീക്കിക്കളയും. How many of you say, I believe? Put up your hands. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ നിങ്ങളുടെ കരമുയർത്തിയാട്ടെ. How many of you say, I believe? Put up your hands. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ കരമുയർത്തിയാട്ടെ. If you believe that your God is a mighty God, an almighty God, put up your hands. നിങ്ങളുടെ ദൈവശക്തനാണ്, സർവശക്തനാണ് എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. Blessed are you that believe. You will see the glory of God in your body now. വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മഹത്വം കാണും. Listen. ശ്രദ്ധിക്കുക. Doctors will say that diabetes cannot be healed. ഡോക്ടർമാർ പറഞ്ഞേക്കാം പ്രമേഹം സൗഖ്യമാകുകയില്ല. Doctors can say cancer will not be healed. ക്യാൻസർ സൗഖ്യമാക്കുവാൻ കഴിയുകയില്ല എന്ന് വൈദ്യന്മാർ പറഞ്ഞേക്കാം. But Jesus never made such a statement. എന്നാൽ യേശു ഒരിക്കലും അപ്രകാരം പറഞ്ഞിട്ടില്ല. The Bible says he healed all manner of sicknesses. വേദപുസ്തകം പറയുന്നത് അവൻ സകല വ്യാധികളും സൗഖ്യമാക്കി. By his stripes every disease in this world can be healed. അവന്റെ അടിപ്പിണരുകളാൽ ഈ ലോകത്തിലുള്ള സകല രോഗങ്ങളും സൗഖ്യമാക്കുവാൻ കഴിയും. So let's join and sing with faith. നാം അതുകൊണ്ട് ഒന്നു ചേർന്ന് വിശ്വാസത്തോടെ നമുക്ക് പാടാം. As we clap our hands and sing, an anointing is going to come down. നാം കരങ്ങളെ അടിച്ച് പാടുമ്പോൾ ഒരു അഭിഷേകം ഇറങ്ങി വരുവാൻ പോകുന്നു. And as we sing, that yoke of many years is going to be broken. നാം പാടുമ്പോൾ അനേക നാളുകളായിട്ടുള്ള ആ യുഗം തകർക്കപ്പെടുവാൻ പോകുന്നു. Today you're going to see a victory in your battle. ഇന്ന് നിങ്ങളുടെ യുദ്ധത്തിൽ നിങ്ങളൊരു ജയം കാണുവാൻ പോകുന്നു. മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ തിരുക്കരം നീട്ടിയെടുത്തടച്ചു ഭയപ്പെടേണ്ട
Praise the Lord, praise the Lord. Amen, 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 amen. Amen, 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 amen. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Jesus, amen. Preach the Lord, 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 preach the Lord. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah. Amen, 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 amen. Amen, 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 amen. Hallelujah, hallelujah, hallelujah. Praise the Lord, praise the Lord, praise the Lord. Praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah, hallelujah. Jesus. Amen, 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 amen. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Praise the Lord, praise the Lord, praise the Lord. Hallelujah, 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 hallelujah. Amen, 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 amen. Hallelujah, hallelujah. Praise the Lord, praise the Lord, praise the Lord. Praise the Lord, praise the Lord, praise the Lord. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah. ദുഃഖസാഗരത്തിൽ കരം നീട്ടിയെടുക്കണച്ചു കരം നീട്ടിയെടുക്കണച്ചു ദുഃഖസാഗരത്തിൽ ദുഃഖസാഗരത്തിൽ